ഗോപികാജീവനസ്മരണം ഗോവിന്ദ. ജയ് ബോൽ സദ്ഗുരുനാഥ് മഹാരാജ് കി. കണ്ണൻ്റെ കാലിണ കണ്ണാൽ നുകരുവാൻ കണ്ണൻ്റെ കണ്ണിൻ കടാക്ഷം വേണം. കാളിന്തി തീരത്തായി കാലിയെ മേയ്ക്കുന്ന കണ്ണനെ കാണുവാൻ ഭാഗ്യം വേണം. ഗോവിന്ദ 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 ഗോപാല നാരായണ. പൊൻകിളിക്കൊഞ്ചലാൽ ഭുവനം മയക്കിയ സുന്ദരനെ കാണാൻ യോഗം വേണം. കാർമുകിൽ വർണ്ണൻ്റെ വർണ്ണത്താൽ മാനസമാലിന്യം മാറാൻ സദ്ഭക്തി വേണം. ഗോവിന്ദ 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 ഗോപാല നാരായണ. പൊന്മയിൽ പീലി തൻ ചാഞ്ചല്യം കാണുവാൻ ചാഞ്ചല്യമില്ലാ മനസ്സും വേണം. അഞ്ജനവർണ്ണൻ്റെ പുഞ്ചിരി കാണുവാൻ കൊഞ്ചുന്ന കണ്ണനെ കീർത്തിക്കേണം. ഗോവിന്ദ 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 ഗോപാല നാരായണ. നറുവെണ്ണ കവരുന്ന ബാലനെ കാണുവാൻ മാനസം നവനീതമായിടണം. നാടകമാടുന്ന നവനീത ചോരനെ കാണുവാനർച്ചന ചെയ്തിടണം. ഗോവിന്ദ 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 ഗോപാല നാരായണ. ഗോവർദ്ധനധരൻ ഗോവിന്ദനെ കാണാൻ ഗോവിന്ദ നാമങ്ങൾ ചൊല്ലിടണം. രാസരസികനെ രസമോടു കാണുവാൻ രാധയെ പോൽ പ്രേമഭാവം വേണം. ഗോവിന്ദ 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 ഗോപാല നാരായണ. കാളിയ നർത്തന ബാലനെ കാണുവാൻ കന്മഷദോഷമൊഴിഞ്ഞിടണം. വേണുവിലോലൻ്റെ ഗാനങ്ങൾ കേൾക്കുവാൻ നാമജപവേള വേറെ വേണം. ഗോവിന്ദ 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 ഗോപാല നാരായണ. കേവലം ഭക്തിയാം മാല്യങ്ങൾ ചാർത്തിയാൽ കേശവൻ തന്നുടെ ദിവ്യരൂപം ക്ലേശമില്ലാതങ്ങു മനതാരിൽ കണ്ടിടാം. കേശവ ഗോവിന്ദ നാരായണ. ഗോവിന്ദ 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 ഗോവിന്ദ
ഗോവിന്ദ ഗോപാല നാരായണ. ഗോവിന്ദ ഗോപാല നാരായണ. ഗോവിന്ദ ഗോപാല നാരായണ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്यांശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ തൃതീയ സ്കന്ധം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്കന്ധങ്ങൾക്കൊക്കെ ലക്ഷണം പറയും. ആ ലക്ഷണം മനസ്സിലാക്കിയും കൊണ്ട് വേണം ആ സ്കന്ധത്തെ പഠിക്കാൻ. 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ഈ ഒരു മഹാപുരാണം. പുരാണം പഞ്ചലക്ഷണം എന്ന് പറയും. 5 ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം. ഇത് മഹാപുരാണമാണ്, 10 ലക്ഷണങ്ങളോട് കൂടിയതാണ്. തൃതീയ സ്കന്ധത്തിൻ്റെ ലക്ഷണം സർഗം എന്നാണ്. സർഗം എന്ന് പറഞ്ഞാൽ അർത്ഥം സൃഷ്ടി. ഇതാണ് തുടക്കം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സംഹാരം എന്ന് പറഞ്ഞാൽ തീരണമൊന്നുമില്ല. പിന്നെ അടുത്തത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതൊരു ചക്രമാണ്, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ ചക്രത്തിൽ പെടാണ്ട നോക്കുക, ഇതാണ് ജ്ഞാനം. അപ്പോൾ അവിടെ തുടക്കം പറയുകയാണ് സൃഷ്ടി, സർഗത്തെ പറ്റി വിസ്തരിക്കുന്നു. കുടുംബകഥ പറയണത് പോലെയാണ് പറയണത്. എന്തിനാച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു കഥ പറയണത് പോലെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, വളർന്നു, വലുതായി, അവർക്ക് ജോലി കിട്ടി, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയണം. സ്വയംഭൂമനുവിൻ്റെ കുടുംബകഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ചു, ദേവഹൂതി, സ്വയംഭൂമനു ശതരൂപ. ആദ്യത്തെ മനുഷ്യൻ സ്വയംഭൂമനു, ആദ്യത്തെ സ്ത്രീ ശതരൂപ. വിവാഹം കഴിച്ചു, അവർക്ക് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായി. ആൺകുട്ടികളുടെ പേര് പ്രിയവ്രതനും ഉത്താനപാദനും. പെൺകുട്ടികളുടെ പേരാണ് ആകൂതി, ദേവഹൂതി, പ്രസൂതി. 3 പെൺകുട്ടികൾ. ആദ്യം നമുക്ക് പെൺകുട്ടികളുടെ കഥ പറയാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ കഥയാണ് ആദ്യം പറയണത്. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾ ആദ്യം ഉണ്ടായത്, അവരെ കഥ പിന്നെ പറയാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ കഥ പറയുന്നു. ആകൂതി വിവാഹം കഴിച്ചു രുചി പ്രജാപതിയെ. അതിൽ ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു എന്നുള്ള കഥ സൂചിപ്പിച്ചു. യജ്ഞം എന്നുള്ള പദത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ലോക നന്മ, ഇത് വളരെ പ്രധാനമാണ്. തൻ്റെ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് ഉപദ്രവമുണ്ടാവരുത് എന്ന മട്ടിൽ വേണം ഒരു മനുഷ്യൻ ഇവിടെ പ്രവർത്തിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഞാൻ എൻ്റെ സുഖം മാത്രം നോക്കി ചെയ്യണത് അത് സ്വാർത്ഥതയാണ്. അങ്ങനെയല്ല. അതുകൊണ്ട് തൽക്കാലം ഒരു സുഖം ഉണ്ടായേക്കാം, ഇല്ല പറയണില്ല. പക്ഷേ ഭാവിയിൽ വലിയ ദുഃഖം ഉണ്ടാവുക. കാരണം ഞാനും ലോകവും രണ്ടല്ല. ഞാനിപ്പം എൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്താൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് എനിക്കത് തിരിച്ചടിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും. അതുകൊണ്ട് ഞാൻ ലോകത്തിന് ഉപകാരം ചെയ്യുകയാണെങ്കിൽ എനിക്കും ശാന്തി ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാവത്തിൽ കർമ്മം ചെയ്യുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുക. അതാണ് ഇന്നലെ വരാഹമൂർത്തി കാണിച്ചു തന്നത്. കാണാൻ എങ്ങനെയുണ്ട് നോക്കിയിട്ടല്ല ആളെ വിലയിരുത്തേണ്ടത്, ചെയ്യണ പ്രവൃത്തി നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞു. ഭൗതിക നേട്ടം ആഗ്രഹിച്ചിട്ടാണ് കർമ്മം ചെയ്യണതെങ്കിലോ ആ കർമ്മം നികൃഷ്ടമാണ്. ഭൗതിക നേട്ടം ആഗ്രഹിക്കാണ്ട് ലോകനന്മ സങ്കല്പിച്ചിട്ടാണെങ്കിലോ അത് എങ്ങനെയുള്ള കർമ്മമാണെങ്കിലും അത് ഉത്കൃഷ്ടമാണ്. അതൊരാളെ കൊന്നാൽ പോലും, കൊല്ലണച്ച് പറയല്ല, ഒന്നും വേണ്ട, എന്നാലും പട്ടാളക്കാരനാണെങ്കിൽ കൊന്നാലും കുഴപ്പമില്ല. എന്താണ്? ഉത്കൃഷ്ടമാണ്. ഇവിടുന്ന് വന്നാൽ ബുദ്ധിമുട്ടുണ്ടേ, അവിടുന്ന് കുഴപ്പമില്ല. ലൈസൻസ് ഉള്ള ആളാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സാരമില്ല. അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല ആരും. നേരെ മറിച്ച് നമ്മൾ വെട്ടിയാലോ ഷൂട്ട് ചെയ്താലോ ജയിലിൽ കിടക്കേണ്ടി വരും. വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. അപ്പം അതുകൊണ്ട് ചെയ്യണ കർമ്മം നോക്കിയിട്ടല്ല വിലയിരുത്തുക. ഇറച്ചി വെട്ടുകാരൻ്റെ കഥ പറയണ്ടല്ലോ മഹാഭാരതത്തിൽ. ധർമ്മവ്യാധൻ ചെയ്യണ പ്രവൃത്തി അത്ര കേമായിട്ടുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഭഗവാൻ അദ്ദേഹത്തെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യണ പ്രവൃത്തി അദ്ദേഹം ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യണത്. ഇനി ഈശ്വര പൂജ ചെയ്യുന്നു, അത് ഈശ്വരാർപ്പണമായിട്ടല്ലെങ്കിലും രാവിലെ വന്ന് ഇവിടെ വിഗ്രഹത്തെ കുളിപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഈശ്വര പൂജയാകുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് താൻ ചെയ്യുന്ന കർമ്മം അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, അതാണ് യജ്ഞം. അങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താൽ അത് ഉദാത്തമായി, അത് ഉത്കൃഷ്ടമായി, അല്ലെങ്കിൽ അത് നികൃഷ്ടമായി. അത് ഏത് കർമ്മമാണെങ്കിലും നികൃഷ്ടമാണ്, അത് കാണിക്കണം. ഏതായാലും ഇവിടെ ആ 2ാമത്തെ പെൺകുട്ടി ദേവഹൂതിയുടെ കഥ വർണ്ണിക്കുകയാണ്. ഇന്നലെ പറഞ്ഞല്ലോ എങ്ങനെ സൃഷ്ടി പാടില്ല. നല്ല സങ്കല്പത്തോടു കൂടി വേണം സൃഷ്ടി. എന്താണെങ്കിലും സപ്താഹമാണെങ്കിൽ നല്ല സങ്കല്പത്തോടു കൂടി, ഇരുന്ന് കേൾക്കുമ്പോൾ നല്ലൊരു സങ്കല്പത്തോടു കൂടി, കല്യാണം കഴിച്ചാലും നല്ല സങ്കല്പത്തോടു കൂടി, കുട്ടി ഉണ്ടാകുമ്പോഴും നല്ല സങ്കല്പത്തോടു കൂടി, എപ്പോഴും നല്ലൊരു സങ്കല്പം ആവശ്യമാണ്. അതല്ലാണ്ടായാൽ ബുദ്ധിമുട്ടാവും. കശ്യപ പ്രജാപതിക്ക് നല്ല സങ്കല്പം ഉണ്ടായോ? ഇല്ല. രതിക്ക് നല്ല സങ്കല്പം ഉണ്ടായോ? ഇല്ല. സന്ധ്യാസമയത്ത് പെട്ടെന്ന് ഇടപെടുന്നതിനായിരുന്നു അവരുടെ ദാമ്പത്യം. അതിൻ്റെ പേരിൽ ഉണ്ടായതാവട്ടെ കാമസന്തതി, ക്രോധസന്തതി. അങ്ങനെ ആവരുത്. അച്ഛനും അമ്മയും കേവന്മാരാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കുണ്ടായ മക്കൾ മോശക്കാരായി. അതുകൊണ്ട് അങ്ങനെ ദാമ്പത്യം പാടില്ല പരീക്ഷത്തെ. ഇനി എങ്ങനെയാണ് വേണ്ടത് അത് പറയാം. ദേവഭൂതിയുടെ ദാമ്പത്യം അത് കാണണം.
അങ്ങനെ വേണം ഇവിടെ ജീവിക്കാൻ. അപ്പോഴാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ദേവഹൂതിയെ വിവാഹം കഴിച്ചത് കർദമ പ്രജാപതിയാണ്. എന്താ പേര്? കർദമ പ്രജാപതി. ആരാ ഈ കർദമൻ? ബ്രഹ്മദേവൻ്റെ മകനാണ്. ബ്രഹ്മദേവൻ ചടിയിലേക്ക് നോക്കിയപ്പം നിഴലിൽ നിന്നുണ്ടായവൻ, അങ്ങനെയാണ് കർദമൻ എന്ന് പേര്. നിഴലിൽ നിന്നിപ്പോൾ ഉണ്ടാവുമോ ചോദിച്ചാൽ ഇതൊക്കെ സാഹിത്യമാണെന്ന് പറഞ്ഞില്ലേ. ആലങ്കാരികമായിട്ട് പറഞ്ഞൊരു സ്വഭാവം ഋഷിമാർക്കുണ്ട്. വക്രോക്തി കാവ്യജീവിതം എന്ന് പറയും, വളച്ചിങ്ങനെ പറയും. അത് കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലായാൽ മതി എന്നുള്ള അഭിപ്രായം. അപ്പം അതുകൊണ്ട് നിഴലിൽ നിന്നുണ്ടായവൻ എന്ന് പറഞ്ഞ അർത്ഥം അച്ഛനെ നിഴൽ പോലെ പിന്തുടരുന്നവൻ എന്നർത്ഥം എടുക്കണം. എന്താണ്? അച്ഛനെ നിഴൽ പോലെ പിന്തുടരുന്നവൻ. അച്ഛൻ പറഞ്ഞത് കേൾക്കും, ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് ഈ കർദമന്. അത് മാത്രമല്ല കേട്ടോ, വേറൊരു രഹസ്യം പറയാം. കർദമൻ എന്ന് പറഞ്ഞ അർത്ഥം ദമം ശീലിച്ചവൻ. എന്താണ് ദമം എന്ന് പറഞ്ഞാൽ? എന്താ ദമം എന്ന് പറഞ്ഞാൽ സാധകന്മാർക്ക് വേണ്ട കുറച്ച് ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ദമം, ശമം, ദമം, ഉപരതി, തിദിക്ഷ, സമാധാനം, ശ്രദ്ധ, ഇത്രയും ഗുണങ്ങൾ വേണം ഭാഗവതം കേൾക്കാൻ തന്നെ. എന്താണ്? നമുക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ സ്വയം നോക്കുക. അതാണ് ശമം, ദമം ആണ്. ശമം, ദമം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് നമ്മുടെ അടിമയായിട്ട് നിൽക്കണം. നമ്മളിപ്പോൾ അതിൻ്റെ അടിമയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എൻ്റെ കൺട്രോളിൽ. ഞാൻ വിചാരിച്ച ദിക്കിലേക്ക് എൻ്റെ കണ്ണ് പോവാവും. ഇപ്പം അങ്ങനെയല്ല, കണ്ണങ്ങോട്ട് പോകും, നമ്മളതിൻ്റെ പിന്നാലെ പോവുകയാണ്. അത് മാറി അതിനെയൊക്കെ അടക്കാൻ ശീലിക്കുക. അതാണ്. അത് അടക്കിയവനാണ് ദമൻ. അതാണ് ദമൻ ശീലിച്ചവൻ. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടക്കുക. ഉപരതി, തിദിക്ഷ, സമാധാനം, ശ്രദ്ധ, ഇത്രയും ഗുണങ്ങൾ ആവശ്യമാണ്. അതിൽ ദമം നല്ലോണം ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് കർദമൻ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ദേവഹൂതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭക്തി എന്നർത്ഥം. ദേവനെ വിളിക്കുന്നവൾ, സദാ നാമം ജപിക്കുന്നവൾ. ദേവം ഹോയതി, കൃഷ്ണ കൃഷ്ണ, ഈശ്വര, ഭഗവാനെ, നമശിവായ, അങ്ങനെ എപ്പോഴും മനസ്സിനെ അടക്കി വെച്ചവൾ. അപ്പം ഇന്ദ്രിയങ്ങളെ അടക്കുക, മനസ്സിനെ അടക്കുക. മനസ്സിനെ അടക്കാൻ ഭക്തി, ഇന്ദ്രിയങ്ങളെ അടക്കാൻ ദമം. ഇത് രണ്ടും സിദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ആരവതരിക്കും? അവരുടെ ഹൃദയത്തിൽ കപിലൻ അവതരിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവതരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ആ ദേവഹൂതിയാണ് കർദമ പ്രജാപതിയെ വിവാഹം കഴിക്കുന്നത്. കർദമ പ്രജാപതിയോട് അച്ഛനായ ബ്രഹ്മാവ് പറഞ്ഞു, നീ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിയണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം നേരെ പോയത് പെണ്ണ് കാണാനല്ല. കാരണം ഭഗവാന്റെ അനുവാദം വാങ്ങി വിവാഹം കഴിക്കുക, അതാണ് പണ്ടത്തെ ഒരു രീതി. തൻ്റെ ദാമ്പത്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, തനിക്ക് പറ്റൊരു കുട്ടിയെ കിട്ടണം. സമാനശീലാം ഗൃഹമേധധേനും, തനിക്ക് സമാനശീലത്തോടു കൂടിയ ഒരു കുട്ടിയെ കിട്ടണം, ഈ ഒരു ചിന്ത ഉണ്ടാവും. പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ട് കുലം ശീലമൊക്കെ നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക. ഇന്ന് നോക്കുക ധനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദാമ്പത്യം ആയിക്കോളുന്നില്ല. പണവും തമ്മിലാണ് ഇപ്പം വിവാഹം. ശമ്പളവും എത്ര ഉണ്ട്, കൂട്ടി എത്ര ഉണ്ട് നോക്കിയിട്ടാണ്. പണ്ട് അങ്ങനെയല്ല. ഇവിടെ കർദമ പ്രജാപതിക്ക് തൻ്റെ തപസ്സൊരിക്കലും ചോർന്നു പോകരുത്. അതുകൊണ്ട് തന്നെപ്പോലെ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ളൊരു കുട്ടിയെ വിവാഹം കഴിക്കണം, അതാണ് ആഗ്രഹം. അദ്ദേഹത്തിന് വിവാഹമൊന്നും താല്പര്യമില്ല കേട്ടോ, അദ്ദേഹത്തിന് സന്യസിക്കണം എന്ന മോഹം. പക്ഷേ അച്ഛനെ നിഴൽ പോലെ പിന്തുടരുന്നവനല്ലേ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? ഭഗവാനോട് അനുവാദം വാങ്ങാനായി തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. സരസ്വതി തീരത്തിരുന്ന് ഗംഭീരമായിട്ടുള്ള തപസ്. അദ്ദേഹത്തിൻ്റെ തപസ് എത്ര കാലം നീണ്ടു നിന്നു? 10,000 വർഷം തപസ് നീണ്ടു നിന്നു. ഭഗവാൻ 1-2 വട്ടം വന്ന് നോക്കി, ഇയാൾ കണ്ണ് തുറക്കണില്ല എന്ന് കണ്ടപ്പോൾ എന്താ പിന്നെ തപസ് ചെയ്യട്ടെ. കാരണം തപസ് ചെയ്യണതും ഭജന പാടുമ്പോലെ ലയിച്ച് രസിച്ച് അങ്ങനെ ചെയ്യണം. എന്നാൽ പിന്നെ നടക്കട്ടെ, മതിയാവുമ്പോൾ കണ്ണ് തുറക്കുമല്ലോ. അപ്പം വരാമെന്ന് പറഞ്ഞാൽ ആര് പോയി? ഭഗവാൻ പോയി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ഭഗവാൻ തൻ്റെ മുന്നിലേക്ക് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കണ്ണെന്ന് കണ്ണീരങ്ങോട്ട് വന്ന സമയത്ത് ഭഗവാൻ അവിടെ ആവിർഭവിച്ചു. ഭഗവാനെ അങ്ങോട്ട് കണ്ടതും അദ്ദേഹം എഴുന്നേറ്റു, തൊഴുത് നമസ്കരിക്കുകയാണ്. ജുഷ്ടം പതാദ്യാഖില സത്വരാശേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 2 കണ്ണ് എന്തിനാന്നുള്ളത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കണ്ണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം എപ്പോഴും കണ്ണടച്ചും കൊണ്ടാണ് കർദമ പ്രജാപതി, ഉള്ളിലേക്ക് നോക്കുന്നവനാ. അങ്ങനെയുള്ള എനിക്കെന്തിനാ ഇപ്പോൾ 2 കണ്ണ് തന്നു, ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ പോരെ, എനിക്ക് തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ചിന്തയില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ 2 കണ്ണും ഇപ്പോഴാണ് കണ്ണായത്. കണ്ണിൻ്റെ സാഫല്യം എന്ന് പറഞ്ഞാൽ അങ്ങയെ കാണലല്ലേ, ഭാഗ്യവാനാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇങ്ങനെ കണ്ടാൽ പോരാ. ഗരുഡൻ്റെ പുറത്തിരിക്കുമ്പോൾ അങ്ങയുടെ അരഭാഗം ഞാൻ കാണുന്നില്ല, മുഴുവനായിട്ടൊന്നും കണ്ടാൽ തരക്കടില്ല എന്നുണ്ട് എന്ന് പറഞ്ഞു ഭഗവാൻ. എണീറ്റങ്ങോട്ട് നിന്നു ഗരുഡൻ്റെ പുറത്ത്, തത്തൻ എന്നെ മുഴുവനായിട്ട് കണ്ടോളൂ. എന്നിട്ടും പോരാ തോന്നിയത്രേ, പിൻഭാഗം കണ്ടില്ലല്ലോ എന്നായി. അവസാനം തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ ഗരുഡനെ തിരിച്ച് തൻ്റെ മുഴുവൻ ഭാഗവും കാണിച്ചിട്ടാണ് പോണത്. എന്താണ് വരം വേണ്ടത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല. ശരിയാണ്, അങ്ങയെ ആരാധിക്കുന്നത് തുച്ഛങ്ങളായിട്ടുള്ള കാമങ്ങൾ, അത് അനുഭവിക്കാൻ വേണ്ടിയാണ് അധികം പേരും. അത് ശരിയല്ലാതെ എനിക്ക് നിശ്ചയമുണ്ട്. പക്ഷേ എന്നോട് അങ്ങ് പൊറുക്കണം. ഞാനും അങ്ങയെ തപസ് ചെയ്തത് ഇപ്പം ചെറിയൊരു ആഗ്രഹത്തോടു കൂടിയാണ്. എന്താ ആഗ്രഹം? തഥാ സചാഹം പരിവോഢുകാമഃ സമാനശീലാം ഗൃഹമേധധേനും. എനിക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമെന്നുണ്ട്. അച്ഛൻ പറഞ്ഞു വിവാഹം കഴിക്കാൻ. അതുകൊണ്ട് അത് സ്വീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനങ്ങ് അനുഗ്രഹിക്കില്ലേ? എൻ്റെ ശീലത്തിനോട് ചേർന്നൊരു കുട്ടിയെ
എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എൻ്റെ ഭക്തന്മാർ എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനരസ്രം വിതരതി. ഇപ്പം അങ്ങ് ചോദിച്ചിട്ട് ഇപ്പം ഒരു കുട്ടിയുണ്ടായാൽ അങ്ങേക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? ചെറിയ കുട്ടിയാവില്ലേ? അങ്ങ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങേക്കുള്ള കുട്ടിയെ ഞാൻ തന്നെ പണ്ടേ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പുരൈവ സമയോചിതത്. ഭക്തന്മാർക്ക് വേണ്ടതൊക്കെ ഞാൻ നേരെയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓടി നടക്കുന്നതും കുട്ടിയെ തരുമോ ചോദിക്കണതും എനിക്കിഷ്ടമല്ല. അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി. കുട്ടി ഇങ്ങോട്ട് വരും. ഇന്നുവരെ അങ്ങനെ ഉണ്ടായില്ല. ഇതിപ്പോൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞത്. ഏതായാലും അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. ഭഗവാൻ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൂടി പറഞ്ഞു, അതെ എനിക്ക് അങ്ങയെ കണ്ട സമയത്തൊരു മോഹം. എന്താ മോഹം? അങ്ങയെപ്പോലൊരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ തോന്നുക. അതുകൊണ്ട് അങ്ങ് ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിലും അങ്ങയുടെ മകനായിട്ട് ഞാൻ വരൂട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാൽ പോയി. ഭഗവാൻ തിരിച്ചുപോയി. കർദമനുണ്ടായ സന്തോഷം താനൊന്നും ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമേ ഇല്ല. നാവ് പറയണത് വിവാഹം കഴിക്കണം എന്നാണ്. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് നോക്കിയപ്പോഴോ എനിക്കൊന്നും വേണ്ട, അങ്ങയെ മതി. നാവ് പറയണത് കല്യാണം കഴിക്കണം, മനസ്സ് പറയണത് അങ്ങയെ മതി. നമ്മൾ തിരിച്ചാ പറയാം. നാവ് പറയും അങ്ങയെ മതി, ഉള്ളിലെന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഭഗവാൻ നോക്ക് മനസ്സല്ലേ. ഏതായാലും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം പിന്നീടുള്ള കാലം ഭഗവാനെ ഭജിച്ചുകൊണ്ട് കഴിഞ്ഞു. അപ്പോഴേക്ക് ഈ വാർത്ത നാരദ മഹർഷി സ്വയംഭുവനെ അറിയിച്ചു. രണ്ടാമത്തെ കുട്ടി ദേവഭൂതിയുടെ കല്യാണം ആലോചിക്കണ്ടേ, പറ്റൊരാളുണ്ട്. ആരാത്? കർദമൻ. വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് വേഗം തൻ്റെ മകളെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലെത്തിയ സമയത്ത് കർദമ പ്രജാപതി ചോദിച്ചു, ഈ രാജാവ് ഇങ്ങനെ കാട്ടിലേക്ക് വരിക പറഞ്ഞു? നായാട്ടിനല്ല, കാരണം കൂടെ ഈ കുട്ടിയും കൂട്ടിയിട്ടാണല്ലോ വന്നത്. എന്തേ ഇപ്പം രാജാവേ കാട്ടിലേക്ക് എഴുന്നള്ളാൻ? രാജാവിന് തൻ്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറയ വേണ്ടത്. പക്ഷെ അത് പറയാനൊരു മടി. കാരണം ഇങ്ങനെ താടി മുടി നീട്ടി ഭസ്മക്കുറി തൊട്ട് രുദ്രാക്ഷമാലി ചാർത്തി അങ്ങനെ വെള്ള വസ്ത്രം എടുത്ത് അവിടെ അങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ഇദ്ദേഹത്തോട് അദ്ദേഹം സന്യസിക്കാനാണോ പുറപ്പെടുന്ന സംശയമുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തോട് താൻ ഈ കല്യാണക്കാര്യം പറഞ്ഞാൽ ഒരു മോശമല്ലേ? ഈ ലൗകിക വിഷയം താൻ ഈ മഹാത്മാവിനോട് എങ്ങനെ പറയും? ഒരു ജാള്യത ആണ്. സന്യാസിമാരോട് പരദൂഷണം പറയാൻ തോന്നുന്നു, അടുത്ത് പോയിട്ട് കുറ്റം പറയാൻ തോന്നുന്നു. അതൊക്കെ നമ്മൾ തമ്മിൽ പറയാന്നല്ലാണ്ട് മഹാത്മാക്കളെ കണ്ടാൽ നമുക്കൊന്നും മിണ്ടാന്ന് തോന്നില്ല. അവിടെ എത്തി അവർ പറഞ്ഞത് കേൾക്കുക എന്നല്ലാതെ. അതുകൊണ്ട് സ്വയംഭൂമനും അവിടുന്ന് പുറപ്പെട്ട് വരുമ്പം നല്ലോണം സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാവം കണ്ടപ്പം താൻ ഉദ്ദേശിച്ച കാര്യമൊന്നും പറയാൻ തോന്നുന്നില്ല. തല താഴ്ത്തി മുഖത്ത് നോക്കാതെ അദ്ദേഹം ആമുഖമായിട്ട് ചിലത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങ് ബ്രാഹ്മണനാണ്, അങ്ങക്ക് സത്വഗുണം കൂടും. ഞാൻ ക്ഷത്രിയനാണ്, എനിക്ക് രജോ ഗുണം കൂടും. രജോ ഗുണം കൂടിയാൽ ശക്തി കൂടും. സത്വഗുണമാണെങ്കിൽ ബുദ്ധി കൂടും. ബ്രാഹ്മണർക്ക് ബുദ്ധി ഉണ്ടാവും, ശക്തി അത്ര ഉണ്ടായിക്കോളുന്നില്ല. ക്ഷത്രിയർക്ക് എന്തുണ്ടാവും? ബുദ്ധി അത്ര അല്ലെങ്കിൽ ശക്തി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിക്കണത്, ഈ ബുദ്ധിയും ശക്തിയും ചേർന്നാൽ ലോകത്തിന് നന്മയല്ലേ? എന്താ പറഞ്ഞു വരുന്നത്? അല്ല, നമ്മൾ തമ്മിലൊരു ബന്ധമായാൽ ഈ രാജ്യത്തിനത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെ മകളെ കല്യാണം കഴിച്ച് നമ്മൾ തമ്മിൽ ബന്ധമായില്ലേ? ഓ, ഇതിപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞാൽ പോരെ? അല്ല, അങ്ങനെയല്ല. അത് പറയാനുള്ള മടി കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വളച്ച് പറഞ്ഞത്. ശരി, അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ അവൾക്ക് സമ്മതമാണോ അത് നോക്കണ്ടേ? അങ്ങോട്ട് ഉറപ്പിച്ച് കുട്ടിയെ ഇവിടെ വെച്ച് പോയിട്ട് കാര്യമില്ല. ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്, അതാലോചിക്കണ്ടേ? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ മകളെ പറ്റിയിട്ടൊക്കെ. അവൾ വലിയ സുന്ദരിയാണെന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പണ്ട് വിശ്വാവസു എന്ന് പേരായിട്ടുള്ള ഗന്ധർവൻ, മനുഷ്യനൊന്നല്ല ഗന്ധർവൻ. എന്തിനാ ഗന്ധർവൻ എന്ന് പറഞ്ഞത്? സ്ത്രീകളെ കാണാത്ത ആളല്ലെന്ന് കാണിക്കാൻ. എത്രയോ അപ്സര സ്ത്രീകളെ കണ്ട ആളാണ്. പക്ഷേ അങ്ങനെ ധാരാളം സ്ത്രീകളെ കണ്ട ഗന്ധർവനായ വിശ്വാവസുഹോ ന്യപതത് സ്വാത്വിമാനാത്. പണ്ട് ഈ മട്ടുപ്പാവൽ വെച്ച് ഇവളിങ്ങനെ പന്ത് കെട്ടി കളിക്കിയിരുന്നു ദേവഭൂതി. അപ്പോഴാണ് വിശ്വാവസു എന്ന പേരായിട്ടുള്ള ഗന്ധർവൻ വിമാനം ഓടിച്ചു പോണത്. ഇവളുടെ സൗന്ദര്യം കണ്ട സമയത്ത് അദ്ദേഹം വിമാനം വളയ്ക്കാൻ മറന്നുപോയി. അതോ കരിമ്പനയിൽ കുത്തി വിമാനം മറഞ്ഞ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി എന്നുള്ള വാർത്ത പണ്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രശസ്തയാണ് ഈ ദേവഭൂതി, അത്രയ്ക്ക് സുന്ദരിയാണ്. അപ്പോൾ അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ദേവഭൂതിക്ക് വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത എന്നെ ഇഷ്ടാവുമോ? അങ്ങ് നിർബന്ധിച്ചിട്ട് അവളെ എന്നെ ഏൽപ്പിച്ച് പോയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ഇഷ്ടമാവണ്ടേ? അത് വളരെ പ്രധാനമാണ്. സാധാരണ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ ഓരോന്നല്ലേ നോക്കുക. അച്ഛൻ നോക്കുക പഠിപ്പുണ്ടോയെന്നാണ്. പണ്ടത്തെ കാലമാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ കാര്യം പറയുകയാണ്. പണ്ടാണെങ്കിൽ പറയും ഇങ്ങനെയാണ്, സ്വതമിച്ഛന്തി പിതരഃ. കുട്ടിയുടെ കല്യാണമാകുമ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വിവരം ഉണ്ടോയെന്ന് ആര് നോക്കും? അച്ഛൻ നോക്കും. വിത്തമിച്ഛന്തി മാതര. അമ്മ നോക്കുക. വിവരമില്ലെങ്കിലും കാശ് വേണം. എന്താണ്? അല്ല, ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പണ്ടത്തെ കാര്യമാണ്. വിത്തമിച്ഛന്തി മാതര ബാന്ധവാ കുലമിച്ഛന്തി. ബന്ധുക്കൾ നോക്കുക കുലമഹിമ, തറവാടുത്തുണ്ടോ നിങ്ങൾ നോക്കും. പേര് കേട്ട തറവാടാണോ? എന്നാൽ കുട്ടി എന്തേ നോക്കുള്ളൂ? രൂപമിച്ഛന്തി കന്യക. കുട്ടി നോക്കുക, ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഫോട്ടോ എടുത്താൽ ഭംഗിയുണ്ടോ? ഇത്ര ആർക്ക് നോക്കണ്ടു? വിവരമില്ലെങ്കിലും കുഴപ്പമില്ല, കാശില്ലെങ്കിലും കുഴപ്പമില്ല, കുലമഹിമല്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടാൽ നന്നായാൽ മതി. അപ്പം അതുകൊണ്ട് കണ്ടാൽ നന്നായാൽ മതി വെച്ചാൽ ഞാൻ അത്ര
കണ്ട നന്നല്ല എന്നുള്ള ബോധ്യമാർക്കുണ്ട്, അത് കർദ്ദമനുണ്ട്. അതുകൊണ്ട് നാളെ അവൾക്ക് പറ്റിപ്പോയി തോന്നരുത്, നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനിച്ചോട്ടെ. ഇനി എൻ്റെ കണ്ടീഷൻ ഞാൻ ആദ്യം പറയാം. എൻ്റെ ഉദ്ദേശം കല്യാണം കഴിച്ച് അങ്ങനെ കുടുംബം കൂട്ടലൊക്കെ ആയിട്ട് കഴിയാനുള്ളതല്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ഉണ്ണി ഉണ്ടായി, ആ ഉണ്ണിക്ക് അത്യാവശ്യം പെറുക്കി തിന്നാറായാൽ എന്ന് പറഞ്ഞാൽ ഒരു 6-7 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിയാൻ കാത്തൊക്കൊന്നുമില്ല. അപ്പോഴേക്ക് തനിക്ക് പോയി എന്തൊക്കെ വയ്യായി വരുന്ന നിശ്ചയമില്ലല്ലോ. അതുകൊണ്ട് ആ ഉണ്ണി ഉണ്ടായി, ആ ഉണ്ണിക്ക് അത്യാവശ്യം തൻ്റെ കാര്യം ഊണ് കഴിക്കാറായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്ഥലം വിടും. എൻ്റെ ലക്ഷ്യം സന്യാസമാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു പാർക്ക് കൊണ്ടുപോയില്ല, ബീച്ചിൽ കൊണ്ടുപോയില്ല, അവിടെ കൊണ്ടുപോയി കുളു മണാലി പോയില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉദ്ദേശം ധർമ്മം അനുഷ്ഠിക്കുക. അത് കഴിഞ്ഞ് ഒരു ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ നിന്നെ ഏൽപ്പിച്ച് ഞാനങ്ങോട്ട് പോകും, സന്യസിക്കും. തയ്യാറാണോ? ഇത്രയും പറഞ്ഞ സമയത്ത് കർദമ പ്രജാപതി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം സ്വയംഭൂമനു തൻ്റെ മകളെ നോക്കി. എന്താ ഇപ്പോൾ അവളുടെ അഭിപ്രായം നോക്കി. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ കല്യാണം കഴിച്ച കുട്ടിയെ ഉപേക്ഷിക്കുന്ന എന്താണ് നമ്മുടെ ഇപ്പം അവസ്ഥയിൽ പറഞ്ഞാൽ നമ്മൾ പറയാം ഇനി കുട്ടി അവനെ മുന്നേ ഉപേക്ഷിച്ചാൽ പിന്നെയും കുഴപ്പമില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിപ്പോൾ എന്താ പറഞ്ഞത്? കുട്ടിയെ കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നു പറഞ്ഞ സമയത്ത് സ്വയംഭൂമനുവിന് എന്തെങ്കിലും വിഷമം തോന്നിയോ? ഒരു വിഷമവുമില്ല. കുറച്ച് കാലമാണെന്ന് വെച്ചാൽ കുറച്ച് കാലം ഇദ്ദേഹത്തെ സേവിക്കാൻ അവർക്ക് പറ്റില്ലേ? അദ്ദേഹത്തിനൊരു മകനെയും കിട്ടില്ലേ? ഭാഗ്യല്ലേ? ഇങ്ങനെയാണ് ആര് വിചാരിക്കണത്? സ്വയംഭൂമനു തൻ്റെ മകളെ നോക്കിയ സമയത്ത് അവൾ തല താഴ്ത്തി തൻ്റെ കാലിൻ്റെ തള്ളവരൽ കൊണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഇഷ്ടമെന്ന് അങ്ങനെ പറയില്ല, കുറച്ച് ലജ്ജുള്ള കാലമല്ലേ. അപ്പോൾ അവളുടെ ഭാവം എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ പോലൊരു മഹാത്മാവിനെ സേവിക്കാനുള്ളൊരു ഭാഗ്യം അച്ഛാ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെന്താ സംശയം? കൈപിടിച്ച് ഏൽപ്പിക്കുകയാണ്. സഹധർമ്മശ്ചര്യതാം ഇതാണ് മന്ത്രം. ഇനി നമുക്ക് ഒരുമിച്ച് ധർമ്മം അനുഷ്ഠിക്കാം. ആ അച്ഛൻ്റെ വക ഉപദേശം. ശുശ്രൂഷസ്വ ഗുരുൻ കുരു പ്രിയ സഖീ വൃത്തിം സപത്നീജനേ ഭർത്തുർവിപ്രകൃതാഭിരോഷണതയാമാസ്മപ്രദീപം ഗമാ. കാളിദാസനൊക്കെ വിസ്തരിച്ച് പറയും. കണ്ണുമൂർഷി ശകുന്തളയെ പറഞ്ഞയക്കുമ്പോഴേ വിവാഹം പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം വേറൊരു വീട്ടിൽ താമസിക്കല്ലേ, അപ്പോൾ കരുതേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ശുശ്രൂഷസ്വ ഗുരുവും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുതിർന്നവരോടൊക്കെ വളരെ മാന്യമായിട്ട് സംസാരിക്കണം, നല്ല വർത്തമാനം പറയണം, അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം. ഒരു 6 മാസം നമ്മളങ്ങോട്ട് താഴ്ന്നു നിൽക്കണം. എന്താണ് നമുക്കത് 2 ദിവസം പറ്റില്ല, 2 മിനിറ്റ് പറ്റില്ല, അപ്പോഴല്ലേ കുഴപ്പം. ഒരു 6 മാസം ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ ദേഷ്യപ്പെടാണ്ട് അങ്ങോട്ട് സ്നേഹിക്കുക. അമ്മായിമ്മയാണെങ്കിലും അമ്മായിച്ചനാണെങ്കിലും ഭർത്താവാണെങ്കിലും അങ്ങനെ ഇങ്ങോട്ട് നോക്കി നോക്കൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവരെവിടെ എത്തും? അവർ നമ്മുടെ ഉള്ളം കയ്യിലാവും. പിന്നെ അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവർ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് മത്സരിക്കാൻ പോകരുത്. ശുശ്രൂഷസ്വ ഗുരുൻ മുതിർന്നവരോട് സ്നേഹം കാണിക്കണം, ബഹുമാനിക്കണം. അച്ഛനും അമ്മയും പോലെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും കാണണ്ട. എന്താണ് അതല്ലേ പ്രശ്നം. നമ്മളങ്ങനെയല്ല അവർ കൊടുക്കാറ്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ്. തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ അച്ഛനും അമ്മയും. തൻ്റെ അച്ഛനും അമ്മയും ലേശം ക്ഷമിച്ചു എന്നൊക്കെ വന്നേക്കാം. രാവിലെ എണീക്കാൻ ലേശം വൈകിച്ചാൽ പറ്റമ്മയ്ക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. ഉണ്ടോ? വയ്യ മകൾ ഇന്നലെ കുറച്ച് വൈകി ഉണ്ടാവില്ലേ കിടക്കാൻ, പോട്ടെ 12:30 ആയി ഉണ്ടാവും, സാരമില്ല എന്ന് കരുതും. നേരെ മറിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് രാവിലെ 10 മണിക്ക് എണീക്കുകയാണെങ്കിലോ പാവം വയ്യാണ്ട കിടക്കാവൂലേ. അങ്ങനെയല്ല വിചാരിക്കുക. ആചാര്യല്ലേ പഠിപ്പിച്ച് വിട്ടതെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് കരുതണം. അവിടെ ഒരു CCTV ഉണ്ട് നോക്കണം, കണ്ടില്ലേ? അപ്പോൾ ആ വിചാരം ഉണ്ടാവണം. അവിടെ എപ്പോഴും കുറച്ച് പേര് നമ്മളെങ്ങനെ വിലയിരുത്താനുണ്ടെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടില്ലെങ്കിലും അവിടുന്ന് എഴുന്നേൽക്കണം, ഇവിടുന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവിടുന്ന് ഉണ്ടാക്കണം. ഒരു നല്ലൊരു ചായ അമ്മയ്ക്ക് കൊടുക്കുക, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഭർത്താവിൻ്റെ അച്ഛനൊക്കെ കൊടുത്താൽ അവർക്ക് സന്തോഷമാവുന്നു. ഒരു 6 മാസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ അവർ ക്ഷമിച്ചേക്കും. പക്ഷെ ആ ഒരു സമയം വലിയ സമയം തന്നെയാണ്. അതുകൊണ്ട് അവരെ നല്ലോണം സ്നേഹിക്കണം. ഭർത്തുർവിപ്രകൃതാഭിരോഷണതയ. ഭർത്താവ് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും നീ ദേഷ്യപ്പെടരുത്. അതെന്താ അങ്ങനെ? ഭർത്താവിന് എന്താ പ്രത്യേകത? അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഇത് ഭർത്താവിന് കൊടുക്കുന്ന ഉപദേശമാണെങ്കിൽ ഭർത്താവിനോട് പറയുന്നത് ഭാര്യ ദേഷ്യപ്പെട്ടാലും ദേഷ്യപ്പെടരുത്. ഇതിപ്പം കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശമല്ലേ. ഭർത്താവ് പല തിരക്കുമായിട്ട് വരികയല്ലേ, രാജാവല്ലേ, ഓഫീസിൽ തിരക്കൊക്കെ ആയിട്ട് അദ്ദേഹം തിരിച്ചങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് മാനേജറോട് മിണ്ടാൻ വയ്യ, പറയണമൊക്കെ തല കുളിച്ച് കേൾക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ എവിടെയെങ്കിലും തീർക്കണ്ടേ. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ച് വരുമ്പോൾ ചിലപ്പം 2 പറഞ്ഞു എന്ന് വരും. നീ അപ്പം ചാടി കയറി തിരിച്ച് പറയരുത്. പകരം നല്ലൊരു നെസ്കഫെ അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കി കൊടുക്കുക, നല്ല മസാല ദോശ. അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നിൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറയും, സോറി നേരത്തെ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ, എനിക്കിത് പറയാൻ നീ അല്ലാണ്ട് ആരാളുള്ളത്, നമുക്കൊന്നൊരു സിനിമയ്ക്ക് പോയാലോ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയാൽ അങ്ങോട്ട് എന്ത് ചെയ്യരുത്, അങ്ങോട്ട് മോശമായിട്ട് പെരുമാറരുത്. ആ ഒരു സാഹചര്യം വിഷമം മനസ്സിലാക്കണം. ഉള്ളിൽ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അത് പുറമെ അറിയാതെ പ്രകടിപ്പിച്ച് പോവുകയാണ്. അത് മനസ്സിലാക്കി മാന്യമായിട്ട് വേണം പെരുമാറാൻ. അതല്ലെങ്കിൽ കഴിഞ്ഞില്ലേ കഥ. പലതിക്കലും ഡിവേഴ്സ് ആവണത് ചെറിയ നിസ്സാര വിഷയമാവും. കറണ്ട് പോയി, എന്താണ് മോട്ടോർ വർക്ക് ചെയ്യണില്ല, ഡിവേഴ്സ്. നാളിപ്പം വക്കീലിനോട് ആരോ ചോദിച്ചു ഡിവേഴ്സ് ചെയ്യാൻ എന്താ വേണ്ടു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ഉണ്ട്, അത് മതി. എന്താണ്
അല്ല, കല്യാണം കഴിയാണ്ടത് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമൊന്നും വേണം. കഴിക്കുക, ഡിവോഴ്സ് ചെയ്യുക, കഴിക്കുക, അതാണ് കഥ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ വക ഉപദേശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും ഇവിടെ ഇല്ലായൊന്നുമില്ല, നമ്മുടെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാനും നിൽക്കണില്ല. ഇതിനെ പറ്റിയൊന്നും വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല. എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കുന്നില്ല. മറ്റ് മതസ്ഥർക്കൊക്കെ പിന്നെ ഇത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ക്ലാസ്സൊക്കെ ഉണ്ട്, പറഞ്ഞു കൊടുക്കും. എങ്ങനെ കഴിയണം, വിഷമല്ലാണ്ട് എങ്ങനെ ഇരിക്കണം, എങ്ങനെ സൽസന്താനങ്ങളൊക്കെ ഉണ്ടാവും, അവരെങ്ങനെ വളർത്തണം, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുക. എന്ത് പറയണില്ല. അതുകൊണ്ട് അറിഞ്ഞ കാര്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുക. അതാണ് ശുശ്രൂഷസ്വ ഗുരുൻ കുരുപ്രിയ സഖീയ വൃത്തിം സപത്നീ ജനേ ഭർത്തുർവിപ്രകൃത വിരോഷണതയാ മാസ്മപ്രദീപം ഗമ. ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ടാവും, ഭർത്താവിൻ്റെ എഴുത്തി അനിയത്തി, ഇവരോടൊക്കെ മാന്യമായിട്ട് നല്ല രീതിയിൽ പെരുമാറണം, അവരെ കൂട്ടുകാരികളാക്കണം. ഇങ്ങനെയൊക്കെ കഴിയുകയാണെങ്കിൽ ഗൃഹം അത് തപോവനം. അല്ലെങ്കിൽ ഗൃഹം എന്ന് പറയാൻ പറ്റില്ല, വീട് കാടാവും. ഇവിടെ കാടാവരുത്, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. ഏതായാലും നല്ല രീതിയിൽ കഴിഞ്ഞു അവർ. എന്താ പ്രശ്നം ചോദിച്ചാൽ, കർദമൻ തൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം മറന്നുപോയി. പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വി പതിനിങ്കിത കോവിദാ നിത്യം പര്യചരത് പ്രീത്യ ഭവാനീയവ ഭവം പ്രഭും. ഭവനെ സ്നേഹിക്കും പോലെ സ്നേഹിച്ചു ആര്? ദേവഭൂതി കർദമ പ്രജാപതിയെ. അദ്ദേഹം ഇങ്ങോട്ടൊന്നും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പുറമേക്ക് പ്രകടിപ്പിക്കണില്ല. നല്ലൊരു വാക്ക് പറയണില്ല, ചിരിക്കുന്നില്ല, മിണ്ടുന്നില്ല. ആര്? കർദമൻ രാവിലെ എണീറ്റാൽ കുളി ജപം ഹോമം കുളി ജപം തന്നെ മിണ്ടുന്നില്ല. ഇവർക്ക് സംശയം, ഇയാൾക്ക് നാവില്ലേ? ആർക്ക്? ഭർത്താവിന്. ഒരു ചായ ഉണ്ടാക്കി കൊടുത്ത് നന്നായിട്ട് പറയണം, നല്ല ചായ, ജീവിതത്തിൽ ഇങ്ങനെയൊന്നും എന്ത് വരെ കുടിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. ഇതൊന്നുമില്ല, ഒന്നും തിരിച്ച് പറയുന്നില്ല. ഇദ്ദേഹത്തിന് നാവുണ്ട് കേട്ടോ. കാരണം എന്താ? അച്ഛനോടെ കല്യാണ ദിവസം എന്തായിരുന്നു ഇയാളുടെ പ്രസംഗം? തന്നോടെന്താ മിണ്ടാത്തത്? തന്നോട് വല്ല ദേഷ്യമുണ്ടോ? തൻ്റെ ഈ പരിചരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ലേ? ഒരു കൊല്ലായിപ്പത്. എത്ര ദിവസം? ഒരു കൊല്ലെന്ന് പറഞ്ഞാൽ എന്താ കഥ? എന്നിട്ട് അവൾ ഒഴിവാക്കി പോയില്ല, അതന്നെ വലിയ കാര്യം. പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വി. അച്ഛനങ്ങോട്ട് പോയതിന് ശേഷം ഈ ഭർത്താവേ ഉള്ളൂ. ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചും കൊണ്ട് അവൾ കഴിഞ്ഞു. ഒരു ദിവസം തൻ്റെ പൂജ ഹോമൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം അവളെ അങ്ങോട്ട് നോക്കി. കാലേന ഭൂയസാക്ഷാമാം കർഷിതാം വ്രതചര്യയാ പ്രേമഗദ്ഗതയാ വാച പീഡിതകൃപയാ ബ്രവീത്. വലിയ സുന്ദരിയായിട്ടുള്ള ദേവഭൂതി ഇപ്പോൾ തന്നെ ശുശ്രൂഷിച്ച് സമയത്ത് ആഹാരമില്ല, വ്രതമനുഷ്ഠിച്ച് വെയിലും മഴയും കൊണ്ട് ഇവിടെ ഗുഹയിൽ താമസിച്ചിട്ടേ ഇപ്പം എന്തായി? വെലിഞ്ഞങ്ങോട്ട് ഉണങ്ങി, മുടിയൊക്കെ ചട പിടിച്ചു, പല്ലുന്തി കവിളൊട്ടി. ഇപ്പം ആ വിശ്വാവസുന്നവരായിട്ടുള്ള ഗന്ധർവല്ലേ, പണ്ട് ഇവളെ കണ്ട് ബോധം പോയ ഗന്ധർവൻ, ഇപ്പം കണ്ടാലും ബോധം പോവും. എങ്ങനെയത്? ആ കുട്ടി ഇങ്ങനെയായല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ബോധം പോവും. അങ്ങനെ ഇപ്പോൾ ഈ ദേവഭൂതി ഇതങ്ങോട്ട് കണ്ട സമയത്ത് അദ്ദേഹം തൻ്റെ ഹോമമൊക്കെ കഴിഞ്ഞു മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ദേവഭൂതിയോട് പറയുകയാണ്, തുഷ്ടോഹം അഹം തുഷ്ട. ഞാൻ കൃതാർത്ഥനായി, എനിക്ക് വലിയ സന്തോഷമായി. എന്തിൽ സന്തോഷമായി? നിൻ്റെ ഈ ഒരു പരിചരണം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. തുഷ്ടോഹമദ്യ തവമാന വിമാനദായാ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ. നിൻ്റെ ഒരു സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാതുള്ള ഈ ഒരു കൈങ്കര്യം എനിക്കിഷ്ടപ്പെട്ടു. ആരാപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക? എല്ലാവർക്കും ഏറ്റവും പ്രധാനം തൻ്റെ ദേഹമല്ലേ. അതിനെ ക്ഷീണിപ്പിച്ചും കൊണ്ടൊന്നും ഒരു ഉപകാരം ആരും അങ്ങനെ ഇരുന്നും കൊണ്ടെന്തെങ്കിൽ പറ്റുക ചെയ്യാമല്ലാതെ ദേഹത്തിനെ വിഷമിപ്പിച്ചും കൊണ്ട്, പ്രത്യേകിച്ച് സുന്ദരികളാണെങ്കിൽ സുന്ദരന്മാരാണെങ്കിൽ അവർക്ക് ദേഹമല്ലേ പ്രധാനം. പക്ഷെ നീ നോക്കൂ, നിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാണ്ട് എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടില്ലേ, സന്തോഷമായി. ഇതന്നെയാണ് ത്യാഗം. ത്യാഗം കൊണ്ട് മാത്രമേ നമുക്ക് നന്മ ഉണ്ടാവുള്ളൂ. ത്യാഗേ നൈകേ അമൃതത്വമാനശു. ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഒട്ടും വിഷമിക്കണ്ട. നിന്നോട് ഞാൻ നല്ല വർത്തമാനം പറയാണ്ടിരുന്നതും ചിരിക്കാണ്ടിരുന്നതൊന്നും നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഇപ്പം നമുക്കൊരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണ്ണി കേമനാവണമെങ്കിൽ എൻ്റെ തപസ് മാത്രം പോരാ, അത് വളരണത് നിന്നിലല്ലേ. നീയും തപസ് ചെയ്യണം. നിന്നെക്കൊണ്ടൊരു കൊല്ലക്കാലം ഇപ്പം ഞാൻ തപസ് ചെയ്യിച്ചതാണ്. ഇപ്പം ഇന്ദ്രിയങ്ങളൊക്കെ ആരുടെയും അടങ്ങി, ദേവഭൂതിരി അടങ്ങിയില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? എനിക്ക് നിനക്ക് എന്തേ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. വെയിലും മഴയും കൊള്ളാണ്ടിരിക്കാൻ ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയേ ഉള്ളൂ. പണ്ട് കൊട്ടാരത്തെ കഴിഞ്ഞതാണ്, ഇതിവിടെ ഇപ്പോൾ ഒരു സൗകര്യമില്ലാണ്ടിരിക്കുകയാണ്, എന്നിട്ടും പരാതിയൊന്നുമില്ല. പിന്നെ അങ്ങയെപ്പോലെ ഒരു തേജസ്സുള്ളൊരു ഉണ്ണി ഉണ്ടായാൽ തിരക്കടില്ല. ശരി. പ്രിയായാഹ പ്രിയമന്വിച്ഛൻ. തൻ്റെ പ്രിയതമയുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം പലകെട്ട് നിവർന്നങ്ങോട്ട് ഇരുന്നു. പരീക്ഷത്തെ കണ്ണടച്ച് ശ്വാസം കണ്ട് വലിച്ചപ്പോഴേക്ക് ഒരു വിമാനം അവിടേക്ക് വന്നു. വിമാനം കാമകം ക്ഷത്തഹ. വിമാനം അങ്ങനെ ആകാശത്തോടെ പറന്നങ്ങോട്ട് വന്നു. അത് പറക്കുമ്പോൾ വിമാന താഴത്തെത്തിയ കൊട്ടാരം, ഒരു ഫ്ലൈയിങ് പാലസ്.
അതങ്ങോട്ട് തുറന്നു. അതിൽ നിന്ന് കുറേ പേര് അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇവളെ കൂട്ടിക്കൊണ്ടുപോയി സ്ത്രീകൾ എന്നിട്ട് കുളിപ്പിച്ചു, നല്ല ആസവമൊക്കെ കൊടുത്തു. അതങ്ങോട്ട് കഴിച്ചത് ഇവൾ സുന്ദരിയായിട്ട് മാറി, പണ്ടത്തേക്കാൾ സുന്ദരിയായിട്ട് മാറി. കർദമ പ്രജാപതിയും സുന്ദരനായിട്ട് മാറി. രണ്ടുപേരും കൂടി ആ വിമാനത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ആ വിമാനം അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ദേവന്മാരുടെ ഉദ്യാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ആർക്കും എവിടേക്കൊന്നും പോകാൻ പറ്റില്ല, അതിലൂടെയൊക്കെ ആര് സഞ്ചരിച്ചു? ഇവർ വിമാനമായിട്ട് അങ്ങനെ പോയി. അങ്ങനെ ചന്ദ്രനിൽ പോയി. എവിടെ പോയി? നമ്മൾ പറയും നീൽ ആംസ്ട്രോങ് ആണ് പോയതെന്നാണ് പറയുക. ഇതൊക്കെ എത്രയും മുന്നേ അവരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവർ സഞ്ചരിക്കുന്നു. ദൂരത്തായിട്ട് ഒരു ഗോളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ഉരുണ്ടും കൊണ്ടുള്ള സാധനം എന്താ നിനക്ക് മനസ്സിലായോ? ദേവതി പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അതാണ് ഭൂമി. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് വന്നത്. പ്രേഷയത്വ ഭുവോർഗോളം. നമ്മൾ പറയാം ഭൂമി ഗോളമാണെന്ന് കണ്ടെത്തിയത് മഗല്ലനാണെന്നാണ് സ്കൂളിൽ പഠിപ്പിക്കുക, ഇപ്പോഴും തന്നെ പഠിപ്പിക്കുക. അതിൻ്റെയൊക്കെ എത്രയോ മുന്നേ പുരാണങ്ങളിലും ഉപനിഷത്തിലൊക്കെ ഭൂഗോളം എന്ന്, ഗോളം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉരുണ്ടിട്ട്. പിന്നെ നമുക്കിത് വലിയ പ്രധാനമല്ല, ഇതൊന്നല്ല പ്രധാനം. നമുക്ക് ശാന്തിയാണ് മുഖ്യം. ഇങ്ങനെയുള്ള വിഷയം കാക്ക കറുത്തിട്ടാണ്, കൊക്ക് വെളുത്തിട്ടാണ്, ഇതൊക്കെ ഇപ്പോൾ വലിയ വലിയ പ്രധാനമായിട്ടുള്ള കാര്യമാണോ? ചപ്പാത്തി വട്ടത്തില, മനസ്സിലായിക്കോ? ഇതൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണോ? അതുകൊണ്ട് ഈ വക അറിവിനൊന്നും അവർ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവർ ശാന്തിക്കും സമാധാനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനൊന്നും വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഏതായാലും അങ്ങനെ പല ദിക്കിലും അവരിങ്ങനെ സഞ്ചരിച്ചു. അപ്പോഴൊന്നും ഭഗവാനെ മറന്നില്ല. ഇങ്ങനെയാണ് ലോകത്ത് പരീക്ഷത്തെ നമ്മൾ കാമം അനുഭവിക്കേണ്ടത്. അനുഭവിക്കേണ്ട പറഞ്ഞിട്ടില്ലേ? ചായ കുടിക്കണം, സമയത്ത് കുടിക്കണം, എട്ടരയാൽ നിർത്തിയിട്ട് എന്ത് വേണം? എന്താണെന്ന് വെച്ചാൽ കുടിക്കണം, വേണ്ട പറയണില്ല. ആർത്തിയോട് കൂടി കുടിക്കരുത്. അതൊന്ന് കണ്ട ഒന്ന് മെല്ലെ നോക്കി, ഈശ്വര ഇന്നും സമയത്ത് തന്നെ കാപ്പി കിട്ടിയല്ലോ, 5 മിനിറ്റ് പോലും വൈകിയില്ല, കൃത്യസമയത്ത് കിട്ടി എന്ന് പറഞ്ഞ് നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടുകൂടി ഒരു പ്രസാദഭാവത്തിൽ ഏന ത്യക്തേന ഭുഞ്ചീഥ മാകൃത കസ്യ സിദ്ധനം, ത്യജിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിവേദിച്ചിട്ട് പ്രസാദ രൂപത്തിൽ കഴിക്കുക. ആ ഒരു ഭാവം ഉള്ളിലുണ്ടാവണം. അങ്ങനെ അവർ ദാമ്പത്യം അനുഷ്ഠിച്ചു. അവരുടെ ചർച്ച മുഴുവൻ ഈശ്വര വിഷയ. തമ്മിൽ ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്യുന്നത് ഏത് വിഷയം? ലോൺ എടുത്ത കാര്യം, പലിശ, ബാങ്കിൽ പത്രം, അതൊന്നും അവർക്ക് ചർച്ചയില്ല. അവരുടെ ചർച്ച ഈ വിഷയമാണ്, ഈശ്വര വിഷയം മാത്രം. ഉപനിഷത്ത് ചർച്ച ചെയ്യുക, അതാണ് ദാമ്പത്യം. ഇങ്ങനെ വേണം കഴിയാൻ. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് 9 പെൺകുട്ടികളുണ്ടായി. ആരാ 9 പെൺകുട്ടികൾ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 പടികളാണ്. അങ്ങനെ ഭക്തി വർദ്ധിച്ചു. 9 പടികളും കഴിഞ്ഞ് അവർക്ക് സാക്ഷാത്കാരം. അത് കാണിക്കാനാണ് 10ാമനായിട്ട് ഭഗവാൻ തന്നെ കപിലൻ എന്ന പേരിൽ അവതരിച്ചു. ഭഗവാൻ തന്നെയാണ് വാസുദേവൻ. മകനായിട്ട് വന്നു കപില വാസുദേവൻ. ആ ഉണ്ണിക്ക് ഒരു 6-7 വയസ്സായപ്പോൾ അച്ഛൻ വന്ന് തൊഴുത്ത് നമസ്കരിച്ച് പറഞ്ഞു, ഉണ്ണി ഞാൻ കാട്ടിലേക്ക് പോവുക. എന്താ കാരണം വെച്ചാൽ നീ പരബ്രഹ്മമാണെന്ന് എനിക്ക് അറിയാമെന്നല്ല, പക്ഷേ പരബ്രഹ്മം വീട്ടിലേക്ക് വന്നാലും നമുക്ക് TV ഓഫാക്കാൻ തോന്നില്ല. അതാ പ്രശ്നം. ഗുരുവായൂരപ്പൻ തന്നെ വീട്ടിലേക്ക് വന്നാലും നമ്മളെന്ത് ചെയ്യും? നമ്മൾ മുറ്റത്ത് നിർത്തും, അത്രയേ ഉള്ളൂ. നമ്മൾ അവിടെ പോകുമ്പോഴൊക്കെ വലിയ മാന്യന്മാരാണെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. നമുക്ക് പരദോഷം പറയണമെന്നുണ്ടാവും, സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നുണ്ടാവും, TV കാണണമെന്നുണ്ടാവും. അപ്പോഴൊക്കെ ഗുരുവായൂരപ്പൻ എടുത്തിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റേതായിട്ടുള്ള കുഴപ്പമുണ്ട് ഉണ്ണി. ഞാൻ കാട്ടിലിരുന്ന് നിന്നെ ഭജിച്ചോളാം. എവിടെ ഇരുന്നാലെന്താ? നീ പറയാറ് മനസ്സ് നിന്നിൽ വെക്കണം എന്നല്ലേ. അതുകൊണ്ട് ഞാൻ കാട്ടിലിരുന്ന് മനസ്സ് നിന്നിൽ വെച്ചോളാം. മതി അച്ഛാ, എവിടെ ഇരുന്നാലും മനസ്സ് നിന്നിൽ വയ്ക്കുക. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് സമയമാകുമ്പം വേണ്ട ഉപദേശം ഞാൻ കൊടുത്തോളാം. ഇപ്പം ഞാൻ കൊടുക്കണില്ല, കാരണം അമ്മയ്ക്കിപ്പം വേണമെന്നില്ല. എന്തില്ല? വേണമെന്നുള്ളവർക്കേ കൊടുക്കാവൂ, അത് ആവശ്യമില്ലാത്തവർക്ക് കൊണ്ട് കൊടുത്താൽ നമ്മൾ വഷളാവും. അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞ അമ്മ വരട്ടെ, ആ സമയത്ത് വേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അതുകൊണ്ട് കാട്ടിലിരുന്നിട്ട് അച്ഛൻ അമ്മ വേണ്ടതുപോലെ ഈ ഒരു ആധ്യാത്മിക വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കേണ്ട. അച്ഛൻ അച്ഛൻ്റെ കാര്യം നോക്കുക, ഇവിടെ അമ്മയുടെ കാര്യം ഞാൻ നോക്കും. ഞാൻ വേണ്ടത് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടം വിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചു. കൃതാർത്ഥനായും കൊണ്ട് അച്ഛൻ ഈ മകനെ വീണ് നമസ്കരിച്ച് കാട്ടിലേക്ക് പോയി. അങ്ങനെ ധന്യനായി, ജീവൻമുക്തനായി എന്ന് കഥ. കുറച്ചു കാലമൊക്കെ അങ്ങനെ ആ കൊട്ടാരത്തിലിരുന്ന ദേവഭൂതിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് മടുക്കലായിട്ടില്ല. എന്തില്ല? മതിയാവലായിട്ടില്ല. ഞാൻ കരുതി ഈ ഇന്ദ്രിയങ്ങളൊക്കെ സത്തുക്കളാണെന്ന് വിചാരിച്ചു. എന്നെ നേരെയാക്കുമെന്നാണ് വിചാരിച്ചത്. നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ചെവി. പക്ഷെ കൂടുതലും കൊണ്ടുപോകുന്നത് വേണ്ടാത്തതിലേക്കല്ലേ. ശ്രീമദ് ഭാഗവതം അതിലെ 3ാം സ്കന്ധം ലക്ഷണം സർഗം എന്നാണ്. സൃഷ്ടിയെപ്പറ്റി വിസ്തരിക്കുകയാണ്. സൃഷ്ടി എങ്ങനെ പാടില്ല എന്നും എങ്ങനെ വേണമെന്നും രണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷത്തിൻ്റെ ചോദ്യം എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാണ്ടിരിക്കാമല്ലോ. അതുകൊണ്ട് ബ്രൂഹിയദ്വാ വിപര്യം, അതിൻ്റെ വിപരീതവും പറഞ്ഞു തരണം. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് കശ്യപൻ്റെയും ദിതിയെയും പോലെയും ദാമ്പത്യം പാടില്ല. ആരെപ്പോലെ വേണം? കർദമ പ്രജാപതിയും ദേവഭൂതിയെയും പോലെ ദാമ്പത്യം വേണം. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ പോലുള്ള മക്കളുണ്ടാവും. കപിലൻ അവതരിച്ചില്ലേ?
ആ മകൻ കാരണം അച്ഛനും അമ്മയും നേരെയാവുക, സൽഗതി പറഞ്ഞു കൊടുക്കുക മകൻ. അങ്ങനെ ആ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം അത് വളരെ പ്രസിദ്ധമാണ്. അതാണ് കാപിലേയം, കപിലോപദേശം. സാധാരണ മക്കൾക്ക് അമ്മമാർ ഉപദേശം കൊടുക്കുക പതിവ്. ഇത് തിരിച്ചാ, മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. മകൻ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്നും കൂടി സരളമായിട്ടുള്ളതാണ് കൊടുക്കുക. കാരണം അമ്മ നേരെയാവട്ടെ എന്നുള്ളൊരു വിചാരം മക്കൾക്കുണ്ടാവും. അതുകൊണ്ട് മകൻ പറഞ്ഞു കൊടുക്കുമ്പം അമ്മ ലളിതമായ പദ്ധതി ആയിക്കോട്ടെ, അമ്മയ്ക്ക് അങ്ങോട്ട് നേരെയാവട്ടെ, ആ മട്ടിലാണ് പറയുക. സപ്താഹത്തിനൊക്കെ വന്നിരുന്ന ആചാര്യം പറയുമ്പം മുഴുവൻ അങ്ങോട്ട് പറയില്ല, അത് പ്രതീക്ഷിക്കരുത്. കാരണം ഒക്കെ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ ആചാര്യന്മാരാകുമെന്നൊരു പേടി എനിക്കില്ല, പേടിക്കണ്ട. എന്നാലും പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം മുഴുവൻ അങ്ങോട്ട് കിട്ടട്ടെ, മുഴുവൻ അങ്ങോട്ട് കിട്ടട്ടെ, ഒട്ടും എന്ത് ചെയ്യില്ല, എടുത്തു വയ്ക്കില്ല. അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം അത് കുറച്ച് കേമം തന്നെയാണ്. ഏതായാലും അമ്മ വന്നു തൊഴുതു നമസ്കരിച്ചു, മകൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അമ്മ പറയാണ്, മടുത്തുണ്ണി. എന്താ മടുക്കാൻ കാരണം? നിർവിണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയ തർഷണാത്. ഈ ഇന്ദ്രിയങ്ങൾ എന്നെ വല്ലാണ്ട് പറ്റിച്ചു. ആദ്യമൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇന്ദ്രിയങ്ങളൊക്കെ എന്നെ നേരെയാക്കാമെന്ന് വിചാരിച്ചു. ആരോഗ്യമുള്ള സമയത്ത്, ബന്ധുക്കൾ കൂടുള്ള സമയത്ത്, കയ്യിൽ കാശുള്ള സമയത്ത്, രോഗമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളെന്ത് വിചാരിക്കും? അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മറ്റുള്ളവരെയൊക്കെ പരിഹസിച്ച് പൂച്ചിച്ച് പ്രായമുള്ളവരൊക്കെ കണ്ടാൽ പ്രായമൊക്കെ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഇരുന്നൂടെ. അവനവന് പ്രായമാകുമ്പോഴാണ് പ്രശ്നം മനസ്സിലാവുക. അതാണ് ഇതിനിപ്പോൾ ഇങ്ങനെയൊക്കെ എണീക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിക്കും. നമുക്ക് 10 മിനിറ്റ് എണീക്കുമ്പോഴാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് എണീക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥ തനിക്ക് ഉണ്ടാവും എന്നുള്ളത് അപ്പം ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പം എന്ത് പറ്റിച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ എന്നെ പടുകുഴി കൊണ്ട് ചാടിച്ചു. ഇപ്പം എന്താ വെച്ചാൽ ആഗ്രഹങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ഇല്ലാണ്ടായി, പ്രായമുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കും തോറും ആഗ്രഹങ്ങളും കുറഞ്ഞു വരണം. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എണ്ണി കുറയുന്നത് ആയുസ്സും മണ്ടി കരയേറുന്നു മോഹവും. ആയുസ് കുറയുന്നതനുസരിച്ച് മോഹം കുറയണം. എന്നാൽ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. ആയുസ് കുറയുന്നതനുസരിച്ച് മോഹം കൂടി വരാച്ചാൽ വല്ലാത്തൊരവസ്ഥയാവില്ലേ. അസതീന്ദ്രിയ തർഷണാത്. അനുഭവിക്കുന്ന സമയത്തൊക്കെ കേമാൻ തോന്നി. പക്ഷേ ഇപ്പം ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആലോചിക്കുമ്പം വേണ്ടില്ലായിരുന്നു. കഷ്ടമാണ് തോന്നുക. ചൊറിയണ സുഖം പോലെയാണ്. ചൊറിയണ സമയത്ത് രസം തന്നെയാണ്. ആരും ഇപ്പോൾ ചൊറിയണത് രസമല്ല പറയില്ലേ. ചൊറിയുമ്പോൾ എന്ത് രസം, അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ ഇത് അപകടമാണെന്ന് എപ്പോഴാണ് അറിയുക? അത് വൈകുന്നേരം കുളിക്കുമ്പോഴാണ് അറിയുക. വേണ്ടില്ലായിരുന്നു വെറുതെ ചൊറിഞ്ഞ ഉച്ചയ്ക്ക്, ഒരാവശ്യമില്ല. അതപ്പറിയില്ല, അതാ കുളിക്കുമ്പോഴേ അറിയുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇപ്പം അങ്ങനെ ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് കയ്യിൽ കാശുള്ളപ്പം മറ്റുള്ളവരെ പരിഹസിക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴൊക്കെ രസമായിരിക്കും. 10 പേര് കണ്ട് ചിരിക്കാനുണ്ടാവും, ഒക്കെ രസം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ഒന്നും വേണ്ടില്ലായിരുന്നു, ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നും. ഇപ്പം അമ്മയ്ക്ക് തോന്നുകയാണ് വെറുതെ ആയി. വിഷയങ്ങളുടെ പിന്നാലെ ഓടി, എന്നിട്ട് അതുകൊണ്ട് മതിയായോ ഇല്ല. എന്നാൽ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായോ അതും ഇല്ല. അനുഭവിച്ച് മതിയായിച്ച് തിരക്കടില്ല, അത് മതിയാവണില്ല. എത്ര സമ്പാദിച്ചാലും നമുക്ക് മതിയാവുക. പ്രശസ്തി എത്രയാ മതിയാവും? കേരളം മുഴുവൻ അറിയപ്പെട്ടാൽ കർണാടകയും കൂടി തമിഴ്നാടും കൂടി ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട, ഇന്ത്യ മാത്രം പോരല്ലോ അല്ലേ? എപ്പോഴാണ് തീരുക? ഇനി കണ്ട് മതിയാവും പറഞ്ഞാൽ എല്ലാ കാഴ്ചയും കാണാൻ പറ്റും. ബാംഗ്ലൂർ കണ്ടു, സന്തോഷമായി, ബാംഗ്ലൂർ കാണാൻ പറ്റി, ഭാഗ്യട്ടോ. ഇതൊന്നല്ല കാണുന്നത്, ചിക്കാഗോ കാണണം, ബാംഗ്ലൂർ കണ്ട സന്തോഷം പോയി. ഇനിയിപ്പോൾ അത് കാണണം, അത് കണ്ടപ്പോൾ ഇതൊന്നല്ല, ആസ്ട്രേലിയ കാണണം. തീരുമോ? നമ്മൾ തീരും അതിന് മുമ്പ്. ഇതൊന്നും കണ്ട് തീരലില്ല. കണ്ട് മതിയാവുക, കേട്ട് മതിയാവുക, തൊട്ട് മതിയാവുക, കുടിച്ച് മതിയാവുക, കഴിച്ച് മതിയാവുക. എത്ര നമ്മൾ കഴിച്ചു? ചോറ് മതിയായോ? എത്ര ലോറി ചോറ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും? അല്ല, വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ കഴിച്ച ചോറ് എത്ര ഉണ്ടാവും നോക്കിയാൽ ഒരു വലിയ മല, ഹിമാലയം പോലത്തെ ഒരു അത്രയും ഉണ്ടാവും. പക്ഷെ ഇത് കഴിച്ചിട്ട് ഇപ്പം ഒന്ന് ഉച്ചയ്ക്ക് എന്താ ചോറിനെ അല്ലാതെന്താ മതിയാവലില്ല എന്നർത്ഥം. അതാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഒരു വിവേകി എന്ത് ചോദിച്ചാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിർത്തും. എന്ത് ഇത്രയൊക്കെ മതി, ഇത് കുറേ ഇങ്ങനെ കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആവശ്യത്തിന് കഴിക്കുക. അധികം വലിയ രുചിയില്ലാത്തതെന്ന് വെച്ചാൽ വളരെ സന്തോഷം, എന്നാൽ തടി കൂടുമില്ല. എന്താണ് അല്ല, ഇഷ്ടമുള്ളതാകുമ്പോൾ അല്ലേ കുറേ കഴിക്കുക. അതുകൊണ്ട് വലിയ ഉപ്പൊന്നുമില്ലാത്ത അല്ലെങ്കിൽ കുറേ എരിവുള്ള സാധനമൊക്കെ വെച്ചാൽ വളരെ സന്തോഷമായി. എന്നാൽ അധികം കഴിക്കൂല. അല്ലെങ്കിൽ സപ്താഹം കഴിയുമ്പോഴേക്കും ലോറി വിളിക്കണം ആചാര്യനെ കൊണ്ടുപോകാൻ, 7 ദിവസം കൊണ്ട് അങ്ങോട്ട് ഓർക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അധികമൊന്നും കഴിച്ചിട്ടും കാര്യമില്ല. വിഷയങ്ങളുടെ പിന്നാലെ ഓടും തോറും മോഹം ഇങ്ങനെ കൂടുക, മനസ്സിലാഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഇപ്പം എന്താ പറ്റിച്ചാൽ വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു നിരാശ, ഒരു ശൂന്യത. അതാണ്. എന്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ എന്തോ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? എന്തോ ഒരു കുറവ് എന്താ വെച്ചില്ല. അതാണ് ഇപ്പം അമ്മയ്ക്ക് പ്രശ്നം. അമ്മ തൊഴുത് നമസ്കരിച്ചു. അപ്പോൾ ആ ഉണ്ണി പറയാണ്, അമ്മേ യോഗ ആധ്യാത്മിക പുംസാം മതോനിശ്രയസായമേ. അമ്മയ്ക്ക് ഞാൻ ഒരു വിദ്യ പറഞ്ഞു തരാം. എപ്പോഴും ആനന്ദമായിട്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. പണ്ടേ ഉള്ളതാണിത്, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. പക്ഷേ കപിലനാണ് ഇതിൻ്റെ ആചാര്യനായിട്ട് പറയുക, സാംഖ്യ ആചാര്യനായിട്ടാണ് പറയുക. സാംഖ്യ ദർശനം പണ്ടേ ഉള്ളതാണ്. അത് അദ്ദേഹം ഇടയ്ക്ക് വെച്ചൊന്ന് മങ്ങിപ്പോയപ്പോൾ ഒന്ന് എടുത്ത് കാണിച്ചു എന്ന് മാത്രം.
ഭാഗവത്തിലെ സാങ്ക്യം വ്യത്യാസമുണ്ട് കേട്ടോ. ശരിക്കുള്ള സാങ്ക്യത്തിൽ ഈശ്വരനെ അംഗീകരിക്കില്ല. എന്നാൽ ഭാഗവത്തിൽ അങ്ങനെയല്ല, അതിലെ പുരുഷൻ എന്നുള്ളതിന് ഈശ്വരൻ എന്നാക്കിയിട്ടാണ് പറയുക. ഏതായാലും ഇവിടെ യോഗ ആധ്യാത്മിക പുംസാം അമ്മേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദുഃഖവും സുഖവും പ്രശ്നം എന്നറിയണം ആദ്യം. അത്യന്തോപരതറിയത്ര ദുഃഖസ്യ ച സുഖസ്യ ച, ഇതാണ് ആദ്യത്തെ പാഠം. ഇതൊക്കെ എഴുതി വെക്കണം. എന്ത് ദുഃഖവും സുഖവും ഇല്ലാതെയാവണം എന്നാണ് വിവരമുള്ളവൻ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ നമ്മളങ്ങനെ ആഗ്രഹിക്കണില്ലല്ലോ. നമ്മളെന്താ ആഗ്രഹിക്കണത്? സുഖം വേണം, ദുഃഖം പാടില്ല. നമ്മുടെ വിചാരത്തിൽ രണ്ടും വേറെ വേറെ എന്നാണ്. അങ്ങനെയല്ല. എന്നാൽ സുഖവും ദുഃഖവും ഒന്നാണ്. അതിൻ്റെ സുഖത്തിൻ്റെ മറുപുറാണ് ദുഃഖം. ഒരു കോയിൻ കിട്ടിയാൽ രണ്ട് ഭാഗം കിട്ടില്ലേ? ഇല്ല, ഒന്ന് മതി പറഞ്ഞാൽ പറ്റുമോ? അതിൻ്റെ കൂടെ വരും. അതുകൊണ്ട് സുഖം ചോദിച്ചാൽ കൂടെ ദുഃഖവും വരും. അതുകൊണ്ട് വിവേകി മനസ്സിലാക്കണം, എനിക്ക് സുഖവും വേണ്ട ദുഃഖവും വേണ്ട. എന്താ വേണ്ടത്? പിന്നെ സുഖവും ദുഃഖവും ഇല്ലാണ്ടേ മതി, വേറൊന്നും ആവശ്യമില്ല. അതാണ് അത്യന്തോപരതിർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ദുഃഖവും സുഖവും ഇല്ലെങ്കിൽ അങ്ങോട്ട് എന്താ ശല്യാണ്ടി ആവില്ല. അങ്ങനെയൊന്നുമില്ല. ഉറക്കത്തിൽ സുഖവും ദുഃഖവും ഇല്ലല്ലോ, എന്നിട്ട് എന്താ ശല്യാണ്ടി ആയോ? ഇത്ര ഇഷ്ടപ്പെട്ടൊരു പരിപാടി വേറെ ഇല്ല. ഉണ്ടോ? ഏറ്റവും ഇഷ്ടം നമുക്ക് എന്താ ചോദിച്ചാൽ എന്താ? ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അടുത്ത് വന്നിരുന്നു, എത്ര നേരം സന്തോഷം ഉണ്ടാവും? വർത്തമാനം പറഞ്ഞിരുന്നു. എന്നിട്ടോ കുറേ കഴിഞ്ഞാൽ എന്താ പറയുക? കുറേ കഴിഞ്ഞാൽ എൻ്റെ പ്രിയതമ ഒന്ന് മിണ്ടാണ്ടിരുന്നാൽ ഉറങ്ങായിരുന്നു, അല്ലെങ്കിൽ പ്രാണനാഥേ സംഗതി അങ്ങനെയൊക്കെയാണെങ്കിൽ നീ ഒന്ന് നിർത്തിയാൽ എനിക്കൊന്ന് ഉറങ്ങാൻ. ഏറ്റവും ഇഷ്ടം എന്തിനാ? എന്താ സംശയം? 2 ദിവസം വർത്തമാനം പറഞ്ഞു വിചാരിക്കാം, എപ്പോഴെങ്കിലും ഉറങ്ങാണ്ട് വയ്യല്ലോ. ഏറ്റവും ഇഷ്ടം ഉറങ്ങാനാണ്. നമ്മളെല്ലാ പ്രയത്നവും എന്തിനു ചോദിച്ചാൽ അങ്ങോട്ട് മനസ്സങ്ങോട്ട് ക്ലീനായിട്ട് അങ്ങോട്ട് ഉറങ്ങുക. സാധിച്ചത്ര നന്നായി. പറ്റണില്ലല്ലോ. ആകെ നമുക്ക് പറ്റുന്നത് സപ്താഹം കേട്ട് ഉറങ്ങാൻ മാത്രമാണ്, വേറൊന്നും അല്ല. ഇവിടുത്തെ കാര്യമല്ല. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ ഉറങ്ങണില്ല. നല്ല കാര്യം. എന്താ അങ്ങനെ? അതാണ് ചോദ്യം. അപ്പോൾ ശാന്തി എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഇല്ലാത്ത ആ ഒരു അവസ്ഥ, അതിന് ആനന്ദം എന്നാണ് പറയേണ്ടത്. അത്യന്തോപരതറിയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് സുഖവും. ഇത് പലർക്കും അറിയില്ല. നമ്മുടെ വിചാരം ദുഃഖം മാത്രമാണ് പ്രശ്നം. അല്ലല്ല, സുഖമായാലും പ്രശ്നമല്ലേ. ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞിട്ട് അറ്റാക്ക് വരുന്നവരില്ലേ? സുഖമുള്ള കാര്യമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു, ഒരു ഭാഗത്ത് കുഴഞ്ഞു പോയി. അത് കേട്ടിട്ട് ലോട്ടറി അടിച്ചോളൂ പറഞ്ഞതാ. അപ്പോൾ സുഖം ഉണ്ടായാലും നമ്മുടെ മനസ്സിളകുന്നില്ലേ? ഉത്കണ്ഠ ഉണ്ടാവണില്ലേ? അത് പാടില്ലേ അമ്മേ. അപ്പം നിശ്ചലമായിട്ട് നിൽക്കുക, മനസ്സിളകാതെ നിൽക്കുക. അലല്ലാത്ത കടൽ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കും. തിരമാലയില്ലാത്ത കടൽ, നിശ്ചലമായി ഓളമില്ലാത്ത തടാകം ഒന്ന് ചിന്തിച്ചു നോക്കും. അങ്ങനെ ഒന്ന് അടിവരെ കാണാം, നല്ല പളുങ്ക് പോലെ നമുക്ക് അടിവരെ കാണാം, തെളിഞ്ഞ വെള്ളം. എത്രയോ കാലത്തെ അധ്വാനം കൊണ്ടാണ് തടാകത്തിന് അങ്ങനെ ആവാൻ പറ്റുന്നത്. ഇനി അതില്ലാണ്ടേ അധികം നേരം ഒരു പുളിയുടെ ഇല വീണാൽ മതി, പിന്നെ ഇളകി. ഇനി പഴയതുപോലെ ആവാൻ എത്ര നേരം കാത്തിരിക്കണം? ഇതല്ലേ ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ കഥ. നമ്മളൊന്ന് നേരെയാക്കി ശുദ്ധാക്കി അങ്ങനെ വന്നു. അതങ്ങനെ ശുദ്ധമായിട്ട് 2 മിനിറ്റ് നിൽക്കുമോ നോക്കി, അപ്പോഴേക്കും എന്തെങ്കിലും വന്ന് വീട് പിന്നെയും തരും പഴയതുപോലെ തന്നെ. അങ്ങനെ എത്ര പ്രയാസമാണ് ഈ മനസ്സിനെ അടക്കാൻ. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? അതാണ് യോഗ. യോഗ പറഞ്ഞാൽ, യോഗ എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരും എന്തോ കുമ്പ കുറയ്ക്കുന്ന സാധനമാണ് നമ്മുടെ വിചാരം. പലരും അതിനാണ് ഉപയോഗിക്കുക. അതല്ല. യോഗ എന്ന് പറഞ്ഞാൽ അത് ആസനം, അത് വേറെ, യോഗ വേറെ. യോഗ എന്ന് പറഞ്ഞാൽ യുജ് മേളനെ ആണ്. യുജ് സമാധവും 2 ധാതുവിൽ നിന്നാണ് ഈ പദം. മേളൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ആരോട് ചേരുക? ഭഗവാനോട് ചേരുക എന്നാണ്. ശാന്തി, സമാധാനം, മനസ്സ് ഭഗവാനോട് ലയിക്കുക. അതാണ് ലക്ഷ്യം. മേളനം. യുജ് സമാധി പറഞ്ഞാൽ അത് ലക്ഷ്യമാണ്. സമാധി, ശാന്തമായിട്ടിരിക്കുക. അതിനുള്ള വഴിയാണ് പറഞ്ഞത്. അത്യന്തോപരതിർയസ്യ ദുഃഖസ്യ ച സുഖസ്യ ച. ഇനി ഗീതയിൽ പറയും യോഗം എന്ന് പറഞ്ഞാലേ, യോഗ കർമ്മസുഖകുശലം. അർജുന, യോഗം എന്ന് പറഞ്ഞാലേ കുശലതയോടുകൂടി കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുമ്പം കർമ്മത്തിലൊരു അഴുക്കുണ്ട്, അത് നമ്മളിലും പെടാൻ സാധ്യതയുണ്ട്. കർമ്മത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്, അത് ബന്ധിപ്പിക്കും. ഒരു കർമ്മം അങ്ങോട്ട് ചെയ്താൽ അത് നമ്മൾ അതേപോലത്തെ കർമ്മം വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കില്ലേ? സപ്താഹം അങ്ങോട്ട് കേട്ടാൽ പിന്നെയും സപ്താഹം കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ബന്ധിപ്പിച്ചു. അത് ദുർവാസനയാണ്, സദ്വാസനയാണ്. നേരെ മറിച്ച് ദുർവാസന എങ്ങനെയാണ്? വേണ്ടാത്തൊരു കാര്യം ചെയ്താൽ ആ സമയമാകുമ്പോൾ വീണ്ടും അത് ചെയ്യണം തോന്നും. അത് പിന്നെ ഒരു സ്വഭാവമായിട്ട് മാറും. അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പം അത് ബന്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുശലൻ എന്ന് പറയാൻ തന്നെ കാരണം കുശാൻ ലാതി ആണ്. കുശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലാണ്. മൂർച്ചുള്ള പുല്ല്, അത് പറയ്ക്കുന്ന സമയത്ത് കൈ മുറിയാണ്ട് പറയ്ക്കാനുള്ള ആ ഒരു സാമർഥ്യം ഉള്ളവൻ ആയതുകൊണ്ടാണ് കുശലൻ എന്ന് പറയുന്നത്. ദർഭപ്പുല്ല് കൊണ്ടുവരുന്നതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എങ്ങനെ? കൈ മുറിയാണ്ട് ദർഭപ്പുല്ല് പൊട്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത്, കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് അതിൻ്റെ പശ നമ്മളിൽ ഒട്ടാതെ, അതിൻ്റെ പ്രശ്നങ്ങളും തന്നെ ബാധിക്കാണ്ട് കർമ്മം ചെയ്യാൻ പറ്റുന്നവൻ. കർമ്മം ചെയ്യാണ്ടിരിക്കുന്നില്ല. നമ്മളാച്ചാൽ വയ്യട്ടോ ഞാൻ ചെയ്യണില്ല, ഇല്ല, അതല്ല, ചെയ്യണം. മാമനുസ്മര യുദ്ധ്യച. യുദ്ധം ചെയ്യണ്ട പറയണില്ല, അർജുന ചെയ്യണം. പക്ഷേ
നീ ഇങ്ങനെ ഉത്കണ്ഠയോടുകൂടി അങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് വേണ്ട. മാമനുസ്മര, വളരെ ശാന്തനായിട്ട് സന്തോഷത്തോടു കൂടി അത് ഈശ്വരാർപ്പണമായിട്ട് അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഒട്ടില്ല. അതാണ് യോഗം. അതാണ് കർമ്മസു കൗശലം. കർമ്മം ചെയ്യണം, ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളത് വിട്ടാൽ ഇതിലും വലിയ ഏടാകൂടം ഒന്ന് പെടും. അത് നിൽക്കണ്ട. അതുകൊണ്ട് ആ കർമ്മം എന്ത് ചെയ്യൂ? അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. നമ്മൾ എവിടെ വന്ന് പെട്ടോ, പ്രാരബ്ധം എവിടെ എത്തിച്ചോ, അവിടെ ഇരുന്നിട്ട് പറ്റുന്നത് പോലെ എന്ത് ചെയ്യുക? കർമ്മം ചെയ്യുക. അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ സമാധാനമായിട്ടിരിക്കാം. അതിനുള്ള വഴി ഞാൻ പറയാം. അമ്മേ, ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം. ഇന്ദ്രിയത്തിന് അനുകൂലമായ അതിന് നമ്മൾ സുഖം എന്ന് പറയും. ഇന്ദ്രിയത്തിന് പ്രതികൂലമായാലോ ദുഃഖം എന്ന് പറയും. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. എൻ്റെ കണ്ണിന് അനുകൂലമായത് നിങ്ങളുടെ കണ്ണിന് അനുകൂലമായിക്കോളുന്നില്ല. അപ്പോൾ എൻ്റെ സുഖം നിങ്ങളുടെ സുഖമായിക്കോളുന്നില്ല. പാട്ടിലാണ് സുഖമെങ്കിൽ ആ പാട്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കണ്ടേ? എന്താ അഭിപ്രായം? പാട്ടിലാണ് സുഖമെങ്കിൽ ആ സംഗീതം എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കണം. എന്നാൽ അങ്ങനെ ഇല്ലല്ലോ. ഒരു പാട്ട് കേട്ട് ഒരാൾ സന്തോഷിക്കുന്നു, ഒരാൾ ദുഃഖിക്കുന്നു. പാട്ട് വീട്ടിൽ വെച്ചിട്ട് മകൻ തുള്ളിച്ചാടുകയാണ്, എന്തൊരു സന്തോഷം. അച്ഛൻ മുറ്റത്തിറങ്ങി ചെയ്വൂത്തി നിൽക്കുക, ഇവൻ ഓഫാക്കി അകത്ത് കയറായിരുന്നു പറയുകയാണ്. ഒരേ പാട്ട് നോക്കുക, ഒരാൾക്ക് സുഖവും ഒരാൾക്ക് ദുഃഖവും കൊടുത്തു വെച്ചാൽ ആ പാട്ടിലാണോ സുഖം? ചിന്തിക്കണം. അപ്പം മനസ്സിലാവും പാട്ടിലല്ല. ഈ പലഹാരത്തിലാണ് സുഖമെങ്കിൽ ഒരേ പലഹാരം 2 പേർക്ക് സുഖവും ദുഃഖവും കൊടുക്കണ്ടല്ലോ. ഒരാൾ കഴിച്ചിട്ട് അസ്സലായി എന്ന് പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു മേലജ്ജാതി ഉണ്ടാക്കരുത്. ഒരേ പലഹാരം കഴിച്ചിട്ടാണ്. എന്താ കാരണം? അങ്ങനെ അതൊക്കെ ശീലമാണ്. എല്ലാം ഒരുപോലെ. ഇനിയിപ്പോൾ ഇന്നലെ കഴിച്ചത് ഇന്ന് ഇഷ്ടമായിക്കോളന്നില്ലല്ലോ. എന്നും ദോശയാണ്. ഇന്നലെ അയാൾ ദോശ വേണമെന്ന് പറഞ്ഞത്, അപ്പോഴാണ് കൊടുത്തത്. അടുപ്പിച്ച് 2 ദിവസം ദോശ കഴിക്കുമ്പോഴേക്കും അത് മതിയായി, വേണ്ട തോന്നുക. ഇന്നലത്തെ സുഖം ഇന്ന് ദുഃഖമാവാറുണ്ട്, ഇന്നലത്തെ ദുഃഖം ഇന്ന് സുഖമാവാറില്ലേ? നന്നായിട്ടോ, അന്ന് കഷ്ടമാവുന്ന വിചാരിച്ചത്. പക്ഷേ ഇപ്പം തോന്നുന്നുണ്ട് നന്നായി. അന്ന് അങ്ങനെ തീരുമാനിച്ചത് വളരെ നന്നായി, ഇപ്പം തോന്നുന്നുണ്ട്. തിരിച്ചുകൊണ്ട് എത്ര ആലോചന വന്നതാ. അങ്ങനെയും പറയും, അന്ന് വലിയ സന്തോഷമാവുമെന്ന് വിചാരിച്ച് ഇപ്പം അത് കഷ്ടമായി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ വാസ്തവത്തിൽ എന്തില്ല, സുഖവും ദുഃഖവും ഒന്നുമില്ല. അതൊക്കെ സങ്കല്പമാണ്. ഒന്ന് ശ്വാസം വലിച്ച് നിവർന്നിരുന്ന് ഇപ്പോൾ സുഖമെന്ന് വിചാരിച്ചു നോക്കൂ, എന്തായി എന്ന് വിചാരിച്ചു നോക്കൂ, സുഖമായി. ദുഃഖം വിചാരിച്ചു നോക്കൂ, എങ്ങനെയാക്കിയിട്ട് ദുഃഖം വിചാരിച്ചു നോക്കൂ, ദുഃഖമായി. അല്ലാതെ ഇപ്പം എന്താ? സുഖവും ദുഃഖവും എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുക എന്നല്ലാണ്ട് വാസ്തവത്തിൽ സുഖവും ദുഃഖവും ഇല്ല. അനുഭവം ആനന്ദം മാത്രമാണ്. പക്ഷേ ഇതൊന്നും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല മനുഷ്യർക്ക്. അതല്ലേ ദുഃഖത്തിന് കാരണം. ഒരേ കൊട്ടാരത്തിൽ അമ്മ ദുഃഖിക്കുന്നു, ഈ കൊട്ടാരത്തിൽ ഞാൻ എന്താ സുഖമായിട്ടിരിക്കുന്നു. കൊട്ടാരമാണ് പ്രശ്നമെങ്കിൽ 2 പേരും ദുഃഖിക്കണം. അങ്ങനെയല്ലല്ലോ. കൊട്ടാര സുഖം തരുന്നുണ്ടെങ്കിൽ 2 പേരും സുഖിക്കണം, അതുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അമ്മ മനസ്സിലാക്കണം, ഇതൊക്കെ ചേതഹ, ഇതൊക്കെ മനസ്സിൻ്റെ കളിയാണ്. ഈ മനസ്സിനെ വിശ്വസിക്കരുത്. ചേതഹ ഖൽവസ്യ ബന്ധായ, ചേതസ്സാണ്, മനസ്സാണ് ബന്ധനത്തിന് കാരണം. ഇനി ഒന്ന് പറയട്ടെ, മുക്തിക്കും കാരണം ഈ മനസ്സ് തന്നെയാണ്. ബന്ധായ മുക്തയേ ചാത്മനോമതം, മുക്തിക്ക് കാരണം ഈ മനസ്സ് തന്നെയാണ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ, ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ്. താക്കോലുണ്ടെങ്കിൽ പൂട്ടുന്നതും തുറക്കുന്നതും. എന്താ അഭിപ്രായം? ഒരേ താക്കോലോട് തന്നെയാണ് പൂട്ടുന്നതും. പൂട്ടാൻ ഒരു താക്കോൽ, തുറക്കാൻ വേറൊരു താക്കോലൊന്നുമല്ല. പൂട്ടുന്നതും താക്കോലാണ്, തുറക്കണതും താക്കോലാണ്. നമ്മളെ ബന്ധിപ്പിക്കണതും താക്കോലാണ്, മനസ്സാണ്. തുറക്കണതും നമ്മളെ നേരെയാക്കണതും ചീത്തയാക്കണതും ആരാ? നമ്മളെ ദുഃഖിപ്പിക്കണതും സുഖിപ്പിക്കണതും മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ എങ്ങനെ തിരിക്കണം എന്നുള്ളത് പഠിക്കണം. അതാണ് ഈ പുസ്തകം. ഭാഗവതം പഠിപ്പിക്കുകയാണ് എങ്ങനെ ഉപയോഗിക്കണം. താക്കോൽ എങ്ങനെ തിരിക്കണം നോക്കണം. അത് ഇടത്തോട്ട് തിരിച്ചാൽ പൂട്ടും, ചിലപ്പോൾ വടത്തോട്ട് തിരിച്ചാൽ തുറക്കും, ചിലത് തിരിച്ചു ആയിരിക്കും. അതൊക്കെ മനസ്സിലാക്കാണ്ട് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ പൂട്ടും കേടാവും, താക്കോലും കേടാവും, അവസാനം തുറക്കാനും പറ്റില്ല. ഇങ്ങനെയാണ് പലരും ഇടയ്ക്ക് വെച്ച് ഇട്ട് പോണത്. ആ അപകടം വരരുത്. മതിരിഹ ഗുണസക്ത ബന്ധകൃത്, ഈ മനസ്സ് തന്നെ ഗുണങ്ങളോട് കൂടി ചേർന്നാൽ, പ്രകൃതിയോട് കൂടി ചേർന്നാൽ അത് ബന്ധനത്തിന് കാരണമാവും. മനസ്സിന് അങ്ങനെ ബുദ്ധിയൊന്നുമില്ല. അത് എവിടെയാച്ചാൽ അതിനോട് അങ്ങനെ ചേരും. നല്ല മനസ്സ് ചീത്ത മനസ്സ് അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ മുന്നിൽ എന്ത് വെച്ചോ അതായിട്ട്. ഇപ്പം ഭാഗവതം മുന്നിൽ വെച്ചാൽ നമ്മുടെ മനസ്സെന്തായി? നല്ലതായി. ഇതങ്ങോട്ട് മാറ്റി വേറൊന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. നല്ല ആൾ ചീത്തയാൾ അങ്ങനെയൊന്നുമില്ല. എന്ത് നല്ല ആളെന്തോ ചീത്തയാളും. ദുഷ്ടന്മാർ എന്ന് പറഞ്ഞ വിഭാഗമുണ്ടോ? ദുഷ്ടത്തെ കല്യാണം കഴിച്ച് ദുഷ്ടക്കുട്ടി ഉണ്ടാവുകയാണോ? അങ്ങനെയൊന്നുമല്ല. അത് നമ്മളെവിടെ കൂടുന്നു, ആരുടെ കൂടെ നിൽക്കുന്നു, എന്ത് കേൾക്കുന്നു, പറയുന്നു, അതിനനുസരിച്ചിരിക്കും സ്വഭാവം. അതുകൊണ്ട് നന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ മതി എന്ത് ചെയ്യണം? ബന്ധനത്തിന് കാരണമാക്കാണ്ട് നോക്കണം. അത് ഗുണങ്ങളോട് കൂടി ചേർന്ന ബന്ധനത്തിന് കാരണമാവും. അത് തന്നെ തു അമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു, അതന്നെ അമൃതത്വത്തിന് കാരണമാവും. മനസ്സ് ഭഗവാനിൽ വെച്ചാൽ, ആത്മാവിൽ വെച്ചാൽ, ശ്രദ്ധ എന്ന ശക്തി അത് വിഷയങ്ങളിലേക്ക് വെച്ചാൽ അതിന് ഭോഗം എന്നാണ് പറയുക. എന്നാൽ അത് തന്നെ ആത്മാവിൽ വെച്ചാൽ അതിന് യോഗം എന്നാണ് പറയുക. പേര് മാറും. ഇതുകൊണ്ട് ആനന്ദം ഉണ്ടാവും. യോഗം കൊണ്ട് ആനന്ദവും ഭോഗം കൊണ്ട് ദുഃഖവും. അതുകൊണ്ട് കരുതണം അമ്മേ. അമ്മ ചോദിച്ചത് ഇപ്പോൾ എങ്ങനെയപ്പം മനസ്സ് ആത്മാവിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിനക്കത് പറയാൻ എളുപ്പമാവും. അമ്മയ്ക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയപ്പോൾ അത് ചെയ്യേണ്ടത്?
അമ്മേ മനസ്സിൻ്റെ അഴുക്ക് എന്താ ചോദിച്ചാൽ അഹം മമ, ഇത് രണ്ടുമാണ് അഴുക്ക്. മനസ്സിൻ്റെ അഴുക്ക് എന്താ? അഹം മമ, ഞാൻ എൻ്റെ ഈ വിചാരം ഒക്കെയും കാരണം. വസ്തുക്കൾ നഷ്ടപ്പെടുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. സ്വന്തക്കാർ മരിച്ചു പോയാലേ കുഴപ്പമുള്ളൂ, അപ്പോഴല്ലേ കുഴപ്പമുള്ളൂ. തൻ്റെ ആളുകളായാലേ കുഴപ്പമുള്ളൂ. ആരെങ്കിലും മരിച്ചാൽ നമുക്ക് കുഴപ്പമുണ്ടോ? വീട് കത്തിപ്പോയി നമുക്ക് കുഴപ്പമുണ്ടോ? ഉണ്ടോ? എൻ്റെ വീടല്ല, എന്നാൽ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. യുദ്ധം നടന്നാൽ നമുക്ക് കുഴപ്പമുണ്ടോ? നമ്മുടെ ആരെങ്കിലും ദുബായിലുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ മിസൈൽ വീഴണം, അപ്പോഴേ നമുക്ക് കുഴപ്പമുള്ളൂ. എന്താ അങ്ങനെ? അതിൻ്റെ കാരണം അഹം മമ, ഞാൻ എൻ്റെ എന്നുള്ള വിചാരമാണ്. വീട് കത്തണ സമയത്തെ അച്ഛൻ മുറ്റത്ത് ഇറങ്ങി നിന്ന് കരയാണ് പാവം. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകനടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ മിനിയാന്ന് ഞാൻ വിറ്റു 1.5 കോടിക്ക്. അച്ഛൻ പറഞ്ഞു, കുറച്ച് മുമ്പ് പറയണ്ടേ, വെറുതെ കരഞ്ഞു, സമയം കുറേ വെറുതെ കരഞ്ഞു പോയി. അല്ല അതെന്താ അങ്ങനെ? നമ്മൾ വിറ്റ കാറ് ആക്സിഡൻ്റ് ആയാൽ കുഴപ്പമുണ്ടോ? എന്താ പറയും? 2 ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഒരേ സംഗതിയാണ്. പക്ഷെ എന്താ തന്നെ ബാധിക്കാത്തത്? എൻ്റെ അല്ല, നമ്മൾ കൽപ്പിക്കണതല്ലേ എൻ്റെന്ന്, അല്ലേ നമ്മൾ മനസ്സുകൊണ്ട് കൽപ്പിക്കുകയല്ലേ. അല്ലാണ്ട് എൻ്റേതായിട്ട് എന്താ ഉള്ളത്? എൻ്റെ ഇരുന്ന സ്ഥലം എൻ്റെന്ന് ഞാൻ കൽപ്പിക്കരുത്. എൻ്റെ ഒന്നുമല്ല. ഞാൻ അവിടെ വന്നിരുന്ന 7 ദിവസം കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. നിങ്ങളങ്ങനെ വന്നിരുന്നതാണ്, കുറച്ച് ഞാൻ പോവും. 4 3 ആഴ്ച ആരെങ്കിലും അവിടെ വന്നിരിക്കുമ്പോൾ ദേഷ്യം വരില്ലേ? അങ്ങനെ നോക്കില്ലേ? എൻ്റെ സ്ഥലം അതോ വാടകയ്ക്കെടുത്ത കസേരയാണ് ആരുടെയോ. എന്നിട്ട് നമ്മൾ എൻ്റെന്ന് വിചാരിക്കുന്നില്ല. എത്ര പെട്ടെന്ന്. വലിയ പണിയൊന്നുമില്ല അത്. കല്യാണം കഴിച്ചു, എൻ്റെ ആയില്ലേ, എൻ്റെ ഭാര്യ എന്നല്ലേ പറയുക. കല്യാണം കഴിക്കണതിൻ്റെ മുന്നെയോ എവിടെയോ ഏതോ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എന്തായി? എൻ്റെ ആയി. അത് കഴിഞ്ഞ് പിന്നെ അതിന് തലവേദന വന്നാൽ അത് എന്നെ ബാധിക്കുന്നുണ്ട്. ഇന്നലെ വരെ എൻ്റെ തലവേദന മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പോഴോ അപ്പോൾ അതിൻ്റെ തലവേദനയും കൂടി എന്നെ ബാധിക്കുന്നുണ്ട് ഇല്ലേ? എന്തുകൊണ്ടാണ് കാരണം? എൻ്റെ. ഇനിയിപ്പോൾ ഡിവോഴ്സിന് ശേഷമാണ് വിചാരിക്കുക തലവേദന. ആർക്ക്? അതിന്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? സന്തോഷമുണ്ടാവും, നന്നായി ഇതായാലും. ഒരേ കാര്യമല്ല, ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അത് വ്യത്യാസമുണ്ട് ഇല്ലേ? സുഖം ദുഃഖം എന്ന് പറഞ്ഞാൽ അപ്പോൾ തോന്നലാണ്. അതുകൊണ്ട് അമ്മേ ചേതാഹ, ഒക്കെയും കാരണം മനസ്സാണ്. ഈ മനസ്സ് കയ്യിൽ നിന്ന് പോയാൽ കഴിഞ്ഞിട്ടു. ഈ മനസ്സിനെ അടക്കാനാണ് എല്ലാ വിദ്യകളും. യോഗം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിനെ അടക്കുക. ഭാഗവതമൊക്കെ കേൾക്കണം എന്തിനു ചോദിച്ചാൽ എല്ലാ വിദ്യകളും എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിങ്ങനെ അതൊരു നൂൽപ്പാലത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ പോകുക. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ ഒരു പിരി ഇളകിയാൽ മതി, കഴിഞ്ഞു കഥ. അതുകൊണ്ട് അതിന് വല്ലാതെ എന്ത് കൊടുക്കരുത്? ഭാരം കൊടുക്കരുത്. അതങ്ങനെ ശാന്തമായി. അതാണ് ധർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നത്. സദാചാരം വേണം, മര്യാദ വേണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ചിട്ടയോടുകൂടി കഴിയണം എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു ചിട്ട ഉണ്ടാവും, വൃത്തി ഉണ്ടാവും മനസ്സിന്. അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മരിക്കണവരെ പോവാം. അതല്ലാതെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വല്ലാണ്ട് അങ്ങോട്ട് പീഡിപ്പിച്ചാൽ ആ മനസ്സ് ചിലപ്പം താളം തെറ്റും. അത് ജീവിതം വലിയ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അഹം മമ, ഞാൻ എൻ്റെ എന്നുള്ളത് ഒഴിവാക്കണം. ശ്രമിച്ചു നോക്കിയാൽ മതി. അത് ശ്രമിക്കുക. ഇനി എൻ്റെ എന്ന് പറയാതെ നോക്കുക. ഒക്കെ ഭഗവാന്റെ എന്ന് പറഞ്ഞ് ശീലിക്കുക. ഭാര്യ മക്കളൊക്കെ ഭഗവാന്റെയാണ്. തൻ്റെ അല്ലേ? എൻ്റെ അല്ല. വീട് എൻ്റെ അല്ല, ഭഗവാന്റെയാണ്. ഒരു താനെന്താ ചെയ്യണത്? ഞാനത് വൃത്തിയാക്കുന്നുണ്ട്, നോക്കി നടത്തുക, വൃത്തിയാക്കുക, പെയിൻ്റ് അടിക്കുക എന്നൊക്കെ അല്ലാണ്ട് എൻ്റെ അല്ല. അപ്പം എൻ്റെ എന്ന് പറയാണ്ട് ശീലിക്കുക. ഭഗവാന്റെ ദാസോഹം, ഞാനും ഭഗവാന്റെ ദാസൻ. ഇങ്ങനെയൊന്ന് പറഞ്ഞ് ശീലിച്ചാൽ ദുഃഖമില്ലാണ്ട് കഴിയാമമ്മേ. ഇങ്ങനെ പറയുന്നവരോട് കൂടിയാലും മതി. ചോദിച്ചു, അമ്മ എങ്ങനെയാണ് അപ്പോൾ ഈ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? പറയാം. മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരീതിത്വം ദേവഹൂത്യൈനഗാദി. ഏതെങ്കിലും ഭക്തി കണ്ടിട്ട് അത് ഭക്തിയെ വിചാരിച്ച് പോയാൽ ബുദ്ധിമുട്ടാവട്ടു. പലരും പല പേരും പറഞ്ഞ് പലതും കാണിച്ചിട്ട് ഭക്തി എന്നൊക്കെ പറയും. അതും കണ്ട് പുറപ്പെട്ടാൽ അതല്ല ഭക്തി. മഹദനുഗമലഭ്യ ഭക്തി, മഹാത്മാക്കൾ സമ്മതിച്ച ഭക്തി അത് വേണം. അത്ര സാധ്യ, അതാണ് ഇവിടെ സാധിക്കേണ്ടത്. അപ്പോൾ ചിത്തം ശുദ്ധമാവും. അമ്മ ചോദിച്ചു, ഭക്തന്മാരെ എങ്ങനെ തിരിച്ചറിയുക? അമ്മ അതിപ്പോൾ എങ്ങനെയാണ് അറിയുക ചോദിച്ചാൽ കണ്ടാൽ മനസ്സിലാവുമൊന്നുമില്ല. കണ്ടാൽ മനസ്സിലാവും. എങ്ങനെയാണ് ഭക്തന്മാരെ കാണാൻ എങ്ങനെയാവും? അവരിങ്ങനെ മഞ്ഞ വേഷ്ടി തോളിട്ടിട്ടുണ്ടാവും, കുറി തൊട്ടിട്ടുണ്ടാവും, കഴുത്തിൽ മാല ഉണ്ടാവും. എപ്പോൾ നാരായണ ജപിക്കും, അല്ലെങ്കിൽ ശിവ ജപിക്കും. അങ്ങനെയൊന്നുമില്ല. ഭക്തന്മാരെ മുണ്ടെടുത്ത് നടന്നോളം ചിലപ്പം 3/4 ഇട്ട് നടന്നൊന്നും വരും. ഭക്തനല്ല ഒന്നും പറയാൻ പറ്റില്ല. കുറി തൊട്ടില്ല എന്ന് വരാം, നാമം ജപിച്ചിട്ടില്ല എന്ന് വരാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മനസ്സിലാക്കുക? അത് ഞാൻ പറഞ്ഞു തരാം. ഒരു വിദ്യ എന്താ ചോദിച്ചാൽ, നമ്മൾ ആരെടുത്താണോ ഇരിക്കുന്നത്, അപ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ ശാന്തമാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ചിന്തകളൊക്കെ അങ്ങനെ അസ്തമിക്കുക. ചിലരുടെ സാന്നിധ്യം കൊണ്ട് അങ്ങനെ ഉണ്ടാവും, ഉള്ളങ്ങോട്ട് ശുദ്ധാവുക. സ്വതവേ ഒരു കലുഷമായിട്ടുള്ള മനസ്സാണ്. പക്ഷേ ചില സ്ഥലത്തങ്ങോട്ട് എത്തിയാൽ ചിലരുടെ ആ ഒരു ഫോട്ടോ കണ്ടാൽ മതി, ഇനി ആളൊന്നും കാണണ്ട. അപ്പോൾ തന്നെ മനസ്സങ്ങോട്ട് ശാന്താവുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇയാൾ തിരക്കടില്ല, ഇയാളുടെ കൂടെ സംഘം ആവാം, ഇത് തന്നെ ബന്ധിപ്പിക്കില്ല സത്സംഗം. എന്നാൽ ചിലരിടത്ത് അങ്ങോട്ട് പോയാൽ പൊതുവേ നമ്മൾ
നല്ല ശാന്തമായ മനസ്സുള്ള ആളായിരിക്കും. പക്ഷേ ഇവരെടുത്ത് അങ്ങോട്ട് പോയാൽ എവിടുന്നാന്ന് ഇഷ്ടമില്ല, ഓരോ പ്രയാസങ്ങളുണ്ടാവും. ചില ദിക്കിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. ചിലരുടെ പെരുമാറ്റം, ചിലരുടെ വർത്തമാനം, ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ഇളക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പം പെട്ടത് പെട്ടു, ഇനി മേലാൽ ഇയാളായിട്ട് ബന്ധം വെക്കരുത് എന്ന് സ്വയം തീരുമാനമെടുക്കുക. ഇങ്ങനെ ഭക്തന്മാരെ മനസ്സിലാക്കുക ചില വിദ്യകളൊക്കെ ഉണ്ട്. തിതിക്ഷവ, അവർക്ക് നല്ല ക്ഷമ ഉണ്ടാവും. എന്താണ്? ക്ഷമിക്കും. അവരുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അവർ പരാതി പറയില്ല. എന്നിട്ടും എനിക്ക് ഗുരുവായൂരപ്പം അങ്ങനെ തന്നുമല്ലോ എന്ന് അവർ മിണ്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ആരാ? ഭക്തന്മാരല്ല. നമ്മളെന്തെങ്കിലും വന്നാൽ ഉടനെ ഭഗവാനെ കുറ്റം പറയാം. ഒരിക്കലും അവർ പറയില്ല. കാരണം എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടുന്നത്, അത് തരുന്ന ആളാണ് ഭഗവാൻ, അത്രയേ ഉള്ളൂ. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. കർമ്മത്തിൻ്റെ ഫലം തരുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. മാറി തരണമില്ല. ഞാൻ വിചാരിക്കേണ്ട ആരോ ചെയ്തത് മാറിപ്പോയി എനിക്ക് കിട്ടിയതാണ്, അങ്ങനെ കിട്ടില്ല. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു, അതുകൊണ്ട് ശരി ഞാൻ അനുഭവിച്ചോളാം. സുഖമായാലും ദുഃഖമായാലും സുഖം വരുമ്പോൾ ഞാൻ എന്തിനു തരണോ ചോദിച്ചിട്ടില്ല. ആരോട്? എന്തിനാ ഭഗവാൻ ഇങ്ങനെ സുഖം തന്നാൽ എങ്ങനെയാണ് ചോദിച്ചോ? കാശ് കുറേ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നാൽ വയ്യട്ടോ എന്ന് പറയാറില്ലല്ലോ. അങ്ങനെയാണെന്ന് വെച്ചാൽ ദുഃഖം വരുമ്പോഴും പറയണ്ട. ആരും സുഖം പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതാണോ ആണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ദുഃഖം വരുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാണ്ട്, പ്രാർത്ഥിച്ചിട്ട് ദുഃഖം വരുന്നത് അല്ല. എന്നാൽ പിന്നെ സുഖവും അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ ഭക്തന്മാർ എന്ത് ചെയ്യാറില്ല? അവരൊന്നും ചോദിക്കൊന്നുമില്ല ഭഗവാനോട്. തിതിക്ഷവ, എന്ത് വന്നാലും അവരെന്ത് ചെയ്യും? അവരങ്ങോട്ട് സഹിക്കും. പ്രസാദമായിട്ട് കണക്കാക്കും. എന്ത് കിട്ടിയാലും സുഖവും ദുഃഖമായാലും നോക്കില്ല. അത് പ്രസാദം. വെയിലായാലും മഴയായാലും പ്രസാദം, ചൂടായാലും തണുപ്പായാലും. നമ്മളാച്ചാൽ ചൂടായ എന്തൊരു ചൂട്, എന്തൊരു തണുപ്പായ എന്തൊരു തണുപ്പ്, നമുക്കൊക്കെ ഒരു എന്തൊരു ആണ്. എന്നാൽ മഹാത്മാക്കൾ അങ്ങനെയില്ല. അവരെന്ത് വന്നാലും ഭഗവാൻ തരല്ലേ, അതുകൊണ്ട് നല്ലതെന്നേ പറയുള്ളൂ. ചൂടാണെങ്കിൽ നല്ല ചൂട്. എന്താണ്? നല്ല ചൂട് ബുദ്ധിമുട്ടാണ്, എന്നാലും അവർ മോശം എന്ന് പറയില്ല. നശിച്ച ചൂടെന്ന് അവർ പറയില്ല. അവർ പറയും നല്ല ചൂട്, നല്ല തണുപ്പ്. എന്താണ്? നല്ല കരച്ചിൽ. എന്താണ്? നല്ല ചിരി, നല്ല വേദന. എന്താണ്? അല്ലേ, അങ്ങനെയല്ലേ പറയുക? നല്ല വേദന. വേദന നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ തരല്ലേ, അപ്പോൾ പിന്നെ നല്ലതായിക്കോട്ടെ. തിതിക്ഷവ കാരുണിക, അവർക്ക് എന്തേ ഉള്ളൂ? അവർക്ക് കാരുണ്യം മാത്രമേ ഉള്ളൂ. തൻ്റെ അത്ര വിവരമില്ലാത്തവരോട് നമുക്കുണ്ടാവുക പുച്ഛ, എന്നാൽ ഈ ഭക്തന്മാർക്കുണ്ടാവുക കാരുണ്യമാണ്. എന്തോ അവരിങ്ങനെ അധർമ്മം ചെയ്യണത് ഈ വസ്തു അറിയായിട്ടല്ലേ, അല്ലേ, ഈ സത്യത്തെപ്പറ്റി നിശ്ചയിട്ടല്ലേ, മനസ്സിലാക്കട്ടെ. എന്നല്ലെങ്കിൽ നാളെ അതൊക്കെ ബോധ്യമാവട്ടെ. കാരുണികാഹ സുഹൃദാഹ, അവർക്കെല്ലാവരോടും സൗഹൃദയുള്ളൂ. സർവദേഹിനാം അജാതശത്രവഹ, അവർക്ക് ആരോടും ശത്രുതയില്ല. മനുഷ്യരോടും മൃഗങ്ങളോടൊക്കെ അവർക്ക് സ്നേഹമുള്ളൂ. അവരെല്ലാവരിലും ഈശ്വരനെ കാണും. എല്ലാത്തിനെയും മനസ്സുകൊണ്ട് നമസ്കരിക്കും. മനസാ ഏതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിതി. ഈ കാണുന്ന ജീവജാലങ്ങളിലൊക്കെ ജീവനായിട്ടിരിക്കുന്നത് ആരാ ഇഷ്ടമുണ്ടോ? ആ ചൈതന്യം ഏതാ? ഈ പരബ്രഹ്മം തന്നെയാണ്. ആ പരബ്രഹ്മത്തിൻ്റെ അംശമാണ് ഈശ്വരൻ തന്നെ. ജീവകലയാ പ്രവിഷ്ട. ഒരു പുഴുവിലും ഇനി ബ്രഹ്മാവിലും ഒക്കെ ഇരിക്കുന്നത് ആരെന്നെയാണ്? ഒക്കെ ഭഗവാൻ തന്നെയാണ്. മനസ്സിലാക്കി അതിനെയൊക്കെ മനസ്സുകൊണ്ട് നമസ്കരിക്കും. ഒരു ചിന്ത ഉള്ളിൽ വന്നാൽ, ഒരു ചിത്രം മനസ്സിലങ്ങോട്ട് പതിഞ്ഞാൽ, ഒരു ജന്തുവിനെ അങ്ങോട്ട് മനസ്സിൽ കണ്ടാൽ, കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല, മനസ്സിൽ പതിയുമ്പോഴേ ശ്രദ്ധിക്കുള്ളൂ. കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും? അതിലുള്ള ചൈതന്യം ഈശ്വരൻ തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിക്കും. എന്നിട്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കുക, അത് മതി. ശരീരം കൊണ്ട് നമസ്കരിക്കാൻ പുറപ്പെടുമ്പം അത് മഹാത്മാക്കളെ നമസ്കരിച്ചോളൂ വേണ്ട പറയണില്ല. ജന്തുക്കളെ നമസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഈ ശ്ലോകം വായിച്ചിട്ടുണ്ടാവില്ല. അല്ല, അങ്ങനെ വരും. അത് ശ്രദ്ധിക്കണം. അത് കണ്ടിട്ട് നമ്മൾ നായ അങ്ങോട്ട് നമസ്കരിച്ച് സാഷ്ടാംഗം അത് കടിച്ചു എന്ന് വരും. കാരണം അത് വിചാരിക്കുന്നത് കല്ലെടുത്തറിയാൻ വേണ്ടി കുനിയാവുന്ന വിചാരിക്കുക. നമ്മളെ ഇപ്പോൾ ഭാഗവതം കേട്ടുള്ളൂ, നായ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു വകതിരിവ് വേണം. ഇതൊക്കെ കേട്ട് അങ്ങോട്ട് പുറപ്പെടരുത്. പണ്ടങ്ങനെ രാമകൃഷ്ണദേവൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു ശിഷ്യൻ പുറപ്പെട്ടു. ഇത്രയും അദ്ദേഹം പറഞ്ഞ കഥയാണ്. ഒരു ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞു എല്ലാത്തിലും ഈശ്വരൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു ആന വരുന്നത് കണ്ടപ്പോൾ ആന നാരായണൻ എന്ന് പറഞ്ഞ് തൊഴുതങ്ങോട്ട് നിന്നു. നടുക്കന്നെ ഒരു ഭാഗത്തുനിന്ന് തൊഴുതൂടെ. ആന നാരായണൻ അല്ല പറയണില്ല. പക്ഷേ ആന നാരായണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് മാറി നിന്ന് പോയാൽ മതി, അടുത്തേക്ക് വല്ലാണ്ട് പോകണ്ട. ഇനി നായ നാരായണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കയ്യിലൊരു കല്ലും കൈ പിടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വേണ്ടി വന്ന നാരായണിട്ടൊന്ന് കൊടുക്കും ചെയ്യാം. അതും നാരായണം, ഇതും നാരായണം, കല്ലും നാരായണം, പിന്നെന്താ. അപ്പം അതുകൊണ്ട് കരുതണം, കുറച്ച് വകതിരിവ് വേണം. ഇപ്പം ഇദ്ദേഹം അങ്ങനെ നാരായണനല്ലേ പറഞ്ഞിരുന്നു. മുകളിൽ പാപ്പാൻ പറഞ്ഞിട്ട് മാറി നിൽക്കടോ, ആന മതളക്കി വരണം, മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. ആന നാരായണനല്ലേ. ആന അടുത്തങ്ങോട്ട് എത്തിയിട്ട് ഇയാൾ തൂക്കി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അവസാനം നട്ടല് പൊട്ടി ആശുപത്രിയിലായി. ഗുരുനാഥൻ ഓറഞ്ച് മുന്തിരിക്കായിട്ട് കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഒരാൾ കാരണം എനിക്കിപ്പോൾ അതിങ്ങനെ പറ്റിയത്. അങ്ങ് പറഞ്ഞു എല്ലാം നാരായണൻ, എല്ലാം നാരായണൻ എന്ന് പറഞ്ഞു. ഞാൻ ആ ആനയെ കണ്ടപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞ് നടുക്ക് നിന്നു. അദ്ദേഹം പറഞ്ഞു എല്ലാം നാരായണൻ എന്ന് ഞാൻ പറഞ്ഞത്, ആന മാത്രമല്ല. മുകളിലുള്ള പാപ്പാൻ നാരായണൻ മാറാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. മനസ്സിലായില്ലേ? അതും ഒക്കെ നാരായണൻ വെച്ചാൽ ആ നാരായണൻ പറഞ്ഞതും കേൾക്കണം. ചിലതിൽ മാത്രം കണ്ടതാ കുഴപ്പം. നമുക്കതാ പ്രശ്നം. നമ്മൾ പകുതി കോഴിമുട്ട പകുതി വിരിയാൻ വെച്ചു, പകുതി തിന്നും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് പ്രശ്നം.
പകുതി കേൾക്കണേല, ഒന്നെങ്കിൽ മുഴുവൻ സമഗ്രമായിട്ട് എല്ലാം ഭഗവാൻ എന്ന് കണക്കാക്കണം. നല്ലത് മോശം ഇങ്ങനെയൊന്നും വിലയിരുത്താൻ നമ്മളാരാ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒക്കെ കേമാണ്. കഴിക്കണത് കേമം, വിസർജിക്കണത് മോശം എന്ന് പറഞ്ഞാൽ പറ്റുമോ? വിസർജിക്കാണ്ടിരുന്നുള്ള അവസ്ഥ എന്താ? ആ പറയാം വിഷയം. എല്ലാം കേമം, ഒന്നും മോശമല്ല, എല്ലാം സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്നറിയണം. അതുകൊണ്ട് ഭക്തന്മാർ അങ്ങനെ കണക്കാക്കുക. അവർക്കൊരു ജന്തുവിനോടും വിദ്വേഷമില്ല. ഏകനാഥസ്വാമിയുടെ കഥ, നാമദേവൻ്റെ കഥയൊക്കെ പറയും. അദ്ദേഹത്തിന് ചീത്ത പറയണം. ഏകനാഥസ്വാമി കുറേ ചീത്ത പറഞ്ഞ സമയത്ത് അദ്ദേഹം അടുത്തേക്ക് പോയിട്ട് ലേശം ബദാം മിൽക്ക് കൊണ്ട് കൊടുത്തു ചീത്ത പറയുന്ന ആൾക്ക്. 1.5 മണിക്കൂറായില്ലേ, എന്ത് പാവം തോന്നുക. തന്നെ ചീത്ത പറയണം. അതെന്തോ ആവട്ടെ, എന്നാൽ ഈ 1.5 മണിക്കൂർ ഇങ്ങനെ അദ്ദേഹം ഭാഗവതം വായിക്കുന്നത് പോലെ കണക്കാക്കണത്. കുറേ ഇങ്ങനെ വായിച്ചാൽ കുറച്ച് വെള്ളം കുടിക്കണം തോന്നും. ഇതേപോലെ 1.5 മണിക്കൂറായിട്ട് ഇങ്ങനെ ശബ്ദബ്രഹ്മം, പാവം. കാരുണ്യം, തന്നെ ചീത്ത പറയുന്ന ആളോട് പോലും കാരുണ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഹൃദയത്തിൻ്റെ വലിപ്പം നോക്കും. അവർക്ക് അങ്ങനെ വിദ്വേഷം വയ്ക്കാൻ അറിയില്ല, അങ്ങനെ കാണാൻ അവർ പഠിച്ചിട്ടില്ല. അതാണ് സ്നേഹം, അതാണ് കാരുണ്യം. നാമദേവൻ്റെ കഥ പറയും. അദ്ദേഹം റൊട്ടി കഴിക്കുന്ന സമയത്ത് ഒരു ഉണക്ക റൊട്ടി കുറച്ച് വെണ്ണ കൂട്ടി കഴിക്കാം എന്ന് കരുതി അകത്തേക്ക് പോയിട്ട് വെണ്ണ എടുത്ത് വരുമ്പോൾ ഒരു നായ ഈ റൊട്ടിയും കടിച്ചു പോയി. ഇയാൾ പിന്നാലെ ഓടുക, നായ പേടിച്ച് ഓടുകയാണ്. ഇയാൾ കല്ലെടുത്തെറിയാൻ വരുമെന്ന് കരുതി ഓടുകയാണ്. അല്ലല്ല, നീ എങ്ങനെയാടാ ആ ഉണക്ക റൊട്ടി കഴിക്കുക, കുറച്ച് വെണ്ണ കൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയാണ്. അവസാനം കാണുന്ന ചിത്രം, നായയെ അവിടെ പിടിച്ച് വെച്ച് ഇയാൾ വെണ്ണ കൂട്ടി നായയുടെ വായിൽ അങ്ങനെ റൊട്ടി കൊടുക്കണു, നായ കഴിക്കുന്നു സന്തോഷമായിട്ട്. ആ നായയും പാണ്ഡുരംഗൻ, അതും വിഠലൻ, അതും ഭഗവാൻ. ഇങ്ങനെ കാണലാണ് അവരുടെ സംസ്കാരം. ഒന്നും എൻ്റെ വിശപ്പ് എങ്ങനെ അതുപോലെ ജന്തുവിനും അതിലുള്ളത് ഈശ്വരനല്ലേ. ഈ ഒരു ഭാവമാണ്. തന്നെ ദ്രോഹിക്കുന്നവർക്ക് പോലും നന്മ കൊടുക്കുക, അതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. ചന്ദനമരം പോലെയാണ്. വെട്ടിയിട്ട് ആ മഴുന്ന് വാസിച്ചു നോക്കൂ, ദുർഗന്ധമല്ല ഉണ്ടാവുക. വെട്ടിയവന് പോലും സുഗന്ധം കൊടുക്കുന്നവൻ. ഇങ്ങനെയാണ് സജ്ജനങ്ങൾ. അംബരീഷിൻ്റെ കഥ കേട്ടില്ലേ? തന്നെ ദ്രോഹിച്ച് ദുർവാസ മഹർഷിക്ക് ആപത്തുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കല്ലേ ഉണ്ടായത്. ഭക്തൻ പ്രഹ്ലാദൻ്റെ കഥ നീ വൈകുന്നേരം പറയില്ലേ? നാളെ പറയും പ്രഹ്ലാദൻ്റെ കഥ. തന്നെ ദ്രോഹിച്ച അച്ഛന് പോലും സൽഗതി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഭക്തന്മാരുടെ സ്വഭാവം. അമ്മേ, അവർക്ക് എന്നെ പറ്റിയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കുക എന്നുള്ളതല്ല. അവർ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്ന വിഷയമേ പറയുള്ളൂ. എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്ന സ്വഭാവം അവർക്കില്ല. ഇനി ലോക വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങിയാലും അവരധികം വൈകാതെ എവിടെ എത്തും? ഒക്കെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടെത്തും. എന്നാൽ ചിലരുണ്ട് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞ് തുടങ്ങും, പിന്നെ ഒന്നും പറയൂല. പിന്നെ ലോക വിഷയം മുഴുവൻ പറഞ്ഞ് അതും ഇതും രാഷ്ട്രീയവും പറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരായിട്ട് കൂട്ടുകൂടരുത്. സതാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി കർണരസായനാ കഥാ. എൻ്റെ കഥകൾ കേൾക്കുമ്പോൾ അത് രസായനമാണ്, ഹൃദയം പുഷ്ടിപ്പെടും. മറ്റ് കഥകൾ കേട്ടാൽ ഹൃദയം ശോഷിച്ചു പോവും. അതുകൊണ്ട് ശരീരം പുഷ്ടിപ്പെട്ടാൽ മാത്രം പോരല്ലോ, അതിന് പലതും ലേഹ്യമുണ്ട്, അരിഷ്ടമുണ്ട്, അതുണ്ട് പലതും ഉണ്ട്. പക്ഷേ ഈ മനസ്സ് പുഷ്ടിപ്പെടണ്ടേ? അതിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ മലയാളികൾക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, മനസ്സ് പുഷ്ടിപ്പെടണം. അതിന് കുറച്ചധികം മെനക്കെടണം. അതിനാണ് ഈശ്വര കഥകൾ കേൾക്കുന്നത്. ഹൃദയം ശുദ്ധമാവും. അത് ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ഭക്തന്മാരായിട്ട് കൂടിച്ചേരുക. എന്താ ഉണ്ണി ഭക്തി പറഞ്ഞാൽ? അനിമിത്ത ഭാഗവതീ ഭക്തി. എന്താണ്? ഒരു കാരണമില്ലാണ്ട് അങ്ങനെ സ്നേഹിക്കുക. മനസ്സിങ്ങനെ സ്വാഭാവികമായിട്ട് ഒഴുകുക. എവിടേക്ക്? ഭഗവാനിലേക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒഴുകണുണ്ടോ? സ്വാഭാവികമായിട്ട് മനസ്സ് ഒഴുകണത് എങ്ങോട്ടാ? വിളിച്ച് പറയണതേ ബുദ്ധിമുട്ടാവും. സ്വാഭാവികമായിട്ട് ഒരു പ്രയാസവും ഇല്ലാണ്ട് മനസ്സ് തന്നാലെ ഒഴുകണത് എങ്ങോട്ടാ? നമ്മളോട് ചോദിക്കാണ്ട് തന്നെ എന്ത് ചിന്തയാണ് ഹൃദയത്തിൽ പൊന്തി വരുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതാണ് എന്നെ പ്രലോഭിപ്പിക്കുന്നത്, ആ വിഷയമാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഈശ്വരനെ വെച്ച് മെല്ലെ മെല്ലെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിക്കാൻ ശ്രമിക്കണം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒഴുകും. എന്താണ്? ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് സ്വാഭാവികമായിട്ട് ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ മനസ്സങ്ങോട്ട് പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടിയ മൊബൈൽ നോക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റ, എന്തെങ്കിലുമൊക്കെ നോക്കും. അല്ലെങ്കിൽ പരദോഷം പറയാൻ തോന്നും, 2 കുറ്റം പറയാം. ആ സ്ഥാനത്ത് 2 കീർത്തനം പാടാം, ഭാഗവതം കേൾക്കാം. സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? വേഗം ഭഗവാനിലേക്ക് തിരിയുക. ലോക വിഷയങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, പ്രാരബ്ധം. പക്ഷേ അഥവാ ഒന്ന് മനസ്സ് പാളിപ്പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് ചേർക്കും. അതാണ് അനിമിത്ത ഭാഗവതീ ഭക്തി. ഒന്നിനും വേണ്ടി അല്ലാണ്ട് സ്നേഹിക്കുക. അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കും പോലെ ഭഗവാനെ സ്നേഹിക്കുക. മക്കളിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ജന്തുക്കളെ കാര്യമാണ് പറഞ്ഞത്, മനുഷ്യൻ്റെ കാര്യമല്ല. മനുഷ്യൻ പിന്നെയും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ചെറിയ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ? എന്ത് കണ്ടാലും നമുക്ക് ഇഷ്ടമല്ലേ? ഒരു 2 വയസ്സ് കുട്ടി ചിരിച്ചാൽ ഇഷ്ടമാണ്. അത് നമ്മളെ തല്ലിയാലും ഇഷ്ടമാണ്. പേരക്കുട്ടി തല്ലി ആയി എന്ത് രസമാണ്. എന്താ കാരണം വെച്ചാൽ അതിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ല. അത് പറഞ്ഞാൽ കേൾക്കുമോ? ലക്ഷം ചുക്കുവെള്ളം കൊണ്ട് തരാൻ പറഞ്ഞാൽ 2 വയസ്സ് കുട്ടി കൊണ്ട് തരുമോ? മുത്തശ്ശിക്ക് ചുക്കുവെള്ളം
ഒന്നും കൊണ്ടുവരും. അത് 1-2 പാസ്സാക്കണത് അവിടെ തന്നെ, അത് നമ്മൾ നേരെയാക്കും വേണം. സംഗതി ആലോചിച്ചാൽ ബുദ്ധിമുട്ടാണ്, ഒന്ന് അങ്ങനെ ചിന്തിച്ചാൽ. പക്ഷേ എന്നിട്ട് നമുക്ക് ദുഃഖം തോന്നണില്ല. എന്താ കാരണം? നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ല. എന്നാൽ ഈ കുട്ടിക്കൊരു 18 വയസ്സായി കഴിഞ്ഞ് ചോദിച്ചിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. എന്താ കാരണം? അത് കേൾക്കാത്തതല്ല, അത് പണ്ടും കേട്ടിട്ടില്ല, പ്രതീക്ഷ. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക, അതാണ് ഭക്തി. അനിമിത്ത ഭാഗവതി ഭക്തി സാധു അസ്മിൻ പരമപ്രേമരൂപ ഭക്തി. ഇവനിലുള്ള പരമപ്രേമം എന്ന് പറഞ്ഞാൽ അവനിലല്ല, അവൻ എന്ന് പറഞ്ഞാൽ ദൂരത്തായില്ലേ, ഏതോ ആകാശത്ത് അവിടെ ഇരിക്കുന്നുണ്ട് വിചാരിക്കും. അല്ല, ഇവിടെ നമ്മളിലൊക്കെ ഉണ്ട്. കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായ കണ്ണൻ. ആ ചൈതന്യത്തോടുള്ള സ്നേഹം, ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അങ്ങനെയാകുമ്പോൾ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ഇപ്പം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നില്ല, അപ്പോഴാണ് ബാക്കിയുള്ളവരോടും സ്നേഹമില്ലാത്തത്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുക, അതുതന്നെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അമ്മേ, എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ഭക്തിമാർഗം പറ്റുമോ? പറ്റില്ല. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക? അവർക്ക് ജ്ഞാനമാർഗ്ഗമുണ്ട്. അങ്ങനെ ജ്ഞാനയോഗം, അതിവിടെ സാഖ്യം എന്നുള്ള പേരിൽ അവതരിപ്പിക്കുകയാണ്. സമ്യക്ക് ഖ്യായത, വേണ്ടതുപോലെ പഠിച്ചാൽ ദുഃഖങ്ങൾ തീരും. ഇതാണ് സാഖ്യം എന്ന് പറഞ്ഞ അർത്ഥം. വേണ്ടതുപോലെ പഠിച്ചാൽ ദുഃഖങ്ങളൊക്കെ തീരും. ഇല്ലെങ്കിൽ സംഖ്യയായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടും സാഖ്യം. ഇനി അവൈകല്യേ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ പ്രഖ്യാപനം. ഇതിനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല, അത്രയും വ്യക്തമായിട്ട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മേ, വാസ്തവത്തിൽ ഇവിടെ ഒന്നേ ഉള്ളൂ, അതാണ് അദ്വൈതം. രണ്ടില്ല, ഭഗവാൻ മാത്രം അല്ലെങ്കിൽ ബ്രഹ്മം മാത്രം. പക്ഷെ നമ്മളെ ദൃഷ്ടിയിൽ അങ്ങനെ അത് മാത്രമല്ലല്ലോ. അല്ല, നമ്മൾ അജ്ഞാനികളായതുകൊണ്ടേ നമുക്ക് പലതുണ്ടെന്ന് ഇങ്ങനെ തോന്നും. നമുക്ക് വിളക്കും ഓടും വേറെ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇല്ലേണ്ടി ഉണ്ടല്ലോ, ഇന്നലെയൊക്കെ കേട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഓടന്നേ ഉള്ളൂ. അല്ല, എന്നാലും വിളക്ക് നമ്മൾ കാണില്ല. അതാ പറഞ്ഞത്. അപ്പം ആദ്യം രണ്ടുണ്ട് തോന്നും, ഞാൻ വേറെ ശരീരം വേറെ ഇല്ലേ? നമ്മളെ ദൃഷ്ടിയിൽ ഇടയ്ക്ക് നമ്മൾ പറയാം ഞാൻ എന്ന് പറയും, ശരീരം കാണിച്ചിട്ട്. ഞാൻ ശരീരമാണോ? അതെ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമ്മൾ പറയണത് എന്താ? ഞാൻ ശരീരമല്ല പറയുന്നുണ്ടോ? ഞാൻ എന്ന് പറഞ്ഞാൽ ഇതന്നെ, ഇത് ഞാനാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, മരിച്ചു പോയാലോ? ഇതെടുത്ത് വയ്ക്കാറുണ്ടോ? അതെടുത്ത് വയ്ക്കാത്ത ഇങ്ങനെ ഇതാണ് ബുദ്ധി, ഇങ്ങനെ ചിന്തിക്കണം. അല്ല, ശരീരം ഞാനാണെങ്കിൽ എൻ്റെ ബന്ധുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ശരീരം അവിടെ ഉണ്ടല്ലോ, എടുത്തു വയ്ക്കാറില്ലല്ലോ, ദഹിപ്പിക്കുന്നുണ്ടല്ലോ. അയാളെ ദഹിപ്പിക്കുകയെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അത് ശരീരം, അതാളല്ല. പിന്നെ ഇപ്പം ഇന്നലെ വരെ സ്നേഹിച്ചത് പിന്നെ ആരായിരുന്നു? അതിതല്ല, പിന്നെ ഏതാ? അതിതല്ലാത്തൊന്ന്. എന്താണ്? ഇതല്ലാത്തൊന്ന് ഏതാ? പറയൂ. പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശരീരം എന്ന് പറയുന്നു, മരിച്ചാൽ ഇതല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കൂ, ഇതല്ല ഞാൻ, ഇതല്ല, ഇത് തൽക്കാലം എന്നിൽ ഇങ്ങനെ ആരോപിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ നോക്കുമ്പം ഒരു സാധകനെ സംബന്ധിച്ച് രണ്ടുണ്ടെന്ന് തോന്നും. പ്രകൃതി, പുരുഷൻ തരംതിരിക്കുകയാണ്. ശരിക്കും ഒന്നേ ഉള്ളൂ കേട്ടോ. എന്തേ ഉള്ളൂ? ഈശ്വരൻ തന്നെയുള്ളൂ, ബ്രഹ്മം തന്നെയുള്ളൂ. എന്നാലും തൽക്കാലം എന്ന് പറയാം, നമുക്കൊരു പഠിക്കാൻ സൗകര്യത്തിന്, ധ്യാനിക്കാൻ സൗകര്യത്തിന്, വിചാരം ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി രണ്ട് പറയണം. ഞാൻ വേറെ, ശരീരം വേറെ. ഇങ്ങനെ നമുക്കുണ്ടാവാറുണ്ട്, ആ തോന്നലുണ്ടാവും. ഇനി ശരീരം ഞാനാണെങ്കിൽ അടുത്ത ചോദ്യം, എന്നാൽ ശരീരത്തിൽ ഏത് അവയവ ഞാൻ എന്ന് പറയണം. എന്താണ്? അല്ല, ശരീരത്തിൽ എവിടെ ഇരിക്കണോ പറയും. ഏതവയവ ഞാൻ? ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ കൂട്ടം. എന്താണ്? അവയവങ്ങളുടെ കൂട്ടം. അങ്ങനെയാണെങ്കിൽ ഏതവയവ ഞാൻ പറയൂ? ഞാൻ എന്ന് പറഞ്ഞാൽ കണ്ണാണോ? മൂക്കാണോ? പല്ലാണ്? വല്ലൊന്നുമല്ല. മുടിയാണോ? മുടിയല്ല. കിഡ്നി ആവൂലേ? അല്ല, കിഡ്നി അല്ല. കാരണം 2 കിഡ്നി നിർബന്ധമില്ല, ഒന്നായാൽ തന്നെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോവും. ഹാർട്ടാണോ? അല്ല, മാറ്റി വയ്ക്കാറുണ്ട്, അപ്പോഴും ഞാനുണ്ട്. മാറ്റി വയ്ക്കണവരെ ഞാനുണ്ട്. അപ്പോൾ ആരാ ഞാൻ? ഇനി അരയ്ക്ക് കിഴപ്പോട്ടില്ല വിചാരിക്കുക, ശരീരം പകുതിയുള്ളൂ. അയാളോട് വെറുതെ ചോദിച്ചു നോക്കൂ, ആരാ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? പകുതി ഞാൻ എന്ന് പറയില്ല, അപ്പോഴും ഞാൻ എന്ന് പൂർണ്ണമായിട്ട് പറയുന്നു. എന്താ അത്? അപ്പോൾ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ എന്ന് പറഞ്ഞാൽ കണ്ണല്ല, മൂക്കല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണ നേത്രേ നച വ്യോമ ഭൂമിർന തേജോ ന വായു. പിന്നെ എന്താ പറയാൻ പറ്റില്ല, പിന്നെ പറയണ്ട, അത്രയേ വേണ്ടൂ. ഇത് വിചാരം ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തെളിയും, അത് തള്ളാനും കൊള്ളാനും പറ്റാണ്ട് നിൽക്കും. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള. പിന്നെ ഇതൊക്കെ കാണുന്നവൻ, അതാണ് ഞാൻ എന്ന് ബോധ്യവും. അപ്പോൾ ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതെല്ലാം കൂടി ചേർന്നതിന് നമുക്ക് പ്രകൃതി എന്ന് വിളിക്കാം. അത്രയേ ഉള്ളൂ.
അപ്പോൾ പ്രകൃതി പുരുഷൻ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. പ്രകൃതി പുരുഷൻ. പ്രകൃതി പറഞ്ഞാൽ മഹാഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇപ്പോൾ 10 കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇപ്പോൾ 20 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇപ്പോൾ 24 ഈ 24 ഉണ്ടായിട്ടും കാര്യമില്ല. ചലിക്കണമെങ്കിൽ എന്ത് വേണം? പുരുഷൻ വരണം. ചൈതന്യം ഇല്ലെങ്കിൽ കണ്ണും മൂക്കും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നമ്മളതിനെ എടുത്തു വയ്ക്കാറില്ല. അതിൽ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രകാശിക്കുള്ളൂ. നാവുണ്ട് എന്ന് കരുതി മിണ്ടാൻ പറ്റണമെന്നില്ല, കണ്ണുണ്ടെന്ന് കരുതി കാണാൻ പറ്റണമെന്നില്ല. അതിലെന്ത് വേണം? ബോധം വേണം, ചൈതന്യം വേണം. ജഡമായ വസ്തുവിനൊന്നും സാധിക്കാറില്ല. ഫാനുള്ളതുകൊണ്ട് കാര്യമില്ല, ബൾബുള്ളതുകൊണ്ട് കാര്യമില്ല. ബൾബ് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? വൈദ്യുതി വേണം. ഫാനിന് കറങ്ങണമെങ്കിൽ എന്ത് വേണം? വൈദ്യുതി വേണം. പക്ഷേ എല്ലാത്തിലും ഒരേ സ്വഭാവമാണോ കാണിക്കുന്നത്? അല്ല. നമ്മളിലൊക്കെ ഈശ്വരൻ ഒരേ സ്വഭാവമാണോ കാണിക്കുന്നത്? ആണോ? എന്നിലൂടെ പറയിപ്പിക്കുന്നു, നിങ്ങളിലൂടെ ഉറക്കുന്നു, അല്ല കേൾക്കുന്നു. എല്ലാത്തിലും ഒന്നല്ല. ഉപാധി ഭേദത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്താ എല്ലാവരിലും ഈശ്വരൻ ഒരുപോലെ അല്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ. അങ്ങനെ വെച്ചാൽ എല്ലാത്തിലും ഒരുപോലെയാണോ വൈദ്യുതി? ഫാനിൽ കത്തുന്നുണ്ടോ? ഇല്ല. ഫാനിൽ കറങ്ങണോ? ഫാനിൽ കത്തി തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. അത് ബൾബിൽ വരുമ്പം കത്തുന്നു, മൈക്കിൽ വന്നപ്പോൾ സ്പീക്കറിലൂടെ ശബ്ദം അത് കൂടുതലാക്കി കേൾപ്പിക്കുന്നു. അപ്പം ഇതുപോലെ ഒരേ ചൈതന്യം അധർമ്മിയിലൂടെ അധർമ്മം ചെയ്യുന്നു, ധർമ്മിഷ്ഠനിലൂടെ ധർമ്മം ചെയ്യുന്നു. ഒരേ ചൈതന്യം തന്നെയാണ്. ധർമ്മം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാവും, അധർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുരുഷനാണ് ഞാൻ എന്നുള്ള സത്യം തിരിച്ചറിയണം. നമ്മൾ ദുഃഖിക്കാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഈ പ്രകൃതി ഞാനാണെന്ന് വിചാരിക്കുക. ഈ തുച്ഛമായ ജഡമായ ശരീരം ഞാൻ എന്നങ്ങോട്ട് ഭ്രമിച്ച് ദുഃഖിക്കാനാണ് നമുക്കിഷ്ടം. പിന്നെന്ത് ചെയ്യും? നിൽക്കുക, നടക്കുക, ഓടുക, ചാടുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്. പക്ഷെ ഞാൻ എൻ്റെ ശരീരമാണ് ഇരിക്കണത് പറയാറില്ല. ഞാൻ പറയാം എന്താ? ഞാനിരിക്കുന്നു. ശരീരത്തിന് വയ്യെങ്കിലും പറയാം എനിക്ക് വയ്യെന്നാണ് പറയുക. അങ്ങനെ പറയരുത്. എന്താണ്? ഇനി മേലെ പറഞ്ഞു പോകരുത്. എന്താ പറയേണ്ടത്? എൻ്റെ ശരീരത്തിന് ചില വയ്യായകളൊക്കെ ഉണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആദ്യം എനിക്ക് വയ്യ പറയും. എന്നാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിച്ചാൽ എന്താ പറയുക? വയ്യ ഡോക്ടറെ. എന്താ? എവിടെയാണ് പ്രശ്നം? എവിടെ ചോദിച്ചാൽ എനിക്ക് വയ്യ. എവിടെ? എൻ്റെ തലയ്ക്ക്. എന്താ പറഞ്ഞത്? തലയ്ക്കാണ് പ്രശ്നം. ആരുടെ തലയ്ക്ക്? എൻ്റെ തല. അങ്ങനെയാണെങ്കിൽ തല എങ്ങനെ ഞാനാവും? അതാണ് ചോദ്യം. എൻ്റെത് ഞാനാവാൻ പറ്റുമോ? വിചാരം ചെയ്യൂ, സ്വയം തീരുമാനിക്കൂ. എൻ്റെ ഭാര്യ ഞാൻ ഭാര്യയല്ലല്ലോ, ആണോ? എൻ്റെ പുസ്തകം ഞാൻ പുസ്തകമാണ്. എൻ്റെ വാച്ച് ഞാൻ വാച്ചാണ്. എൻ്റെ കൊട ഞാൻ കൊടയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ തല ഞാൻ തലയാണോ? എൻ്റെ മൂക്ക് ഞാൻ മൂക്കാണോ? എൻ്റെ കണ്ണ് ഞാൻ കണ്ണാണോ? എൻ്റെ കിഡ്നി ഞാൻ കിഡ്നിയാണോ? അപ്പം ഞാൻ അതൊന്നും അല്ല എന്നാണ് ഞാൻ എൻ്റേന്ന് പറയുമ്പോൾ സമർത്ഥിക്കുന്നത്. പിന്നെന്തായി ഞാൻ? അങ്ങനെ ചിന്തിക്കൂ. ഇതൊക്കെ എൻ്റേതാണ്, ഞാനല്ല. എൻ്റെ മനസ്സെന്ന് പറയണില്ലേ? അപ്പം മനസ്സും ഞാനല്ല. ആദ്യം ഉണ്ടാവുന്നത് ഞാൻ മനസ്സെന്നൊരു തോന്നലുണ്ടാവും. പിന്നെ ഇത് ഉള്ള ഇടം കൂടെ ഒക്കെ ഒപ്പിക്കും. ഈ ശരീരം ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, ശരീരം ഞാനാണ്, ശരീരം ഞാനാ എന്നാര് പറ്റിക്കുകയാണ്? മനസ്സ് വഞ്ചിക്കുകയാണ്. ഈ മനസ്സിൻ്റെ ആ ഒരു ചതിയിൽപ്പെട്ട് ജീവൻ ദുഃഖിക്കുകയാണ്. ഇനിയെങ്കിലും അത് മാറ്റണം. ഞാൻ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല. നല്ല വേദന അനുഭവിക്കുമ്പോഴും ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കും, ഇത് ആർക്ക് വരണോ എന്ന് ചിന്തിച്ചാൽ മെല്ലെ മെല്ലെ വേദന കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും. അത് കുറച്ചധികം നേരം ശീലിച്ചാലോ പൂർണ്ണമായിട്ട് മാറി നിൽക്കും. സുഖത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. ദുഃഖത്തിലും സുഖത്തിലും അനുഭവത്തെ നല്ലോണം ശ്രദ്ധിച്ചാൽ ആരറിയാൻ പറ്റും? ഈശ്വരനെ അറിയാൻ പറ്റും. അതൊന്ന് ശ്രമിച്ചു നോക്കൂ. അതാണ് ഉപദേശം. അതുകൊണ്ട് ഇരിക്കുക, നിൽക്കുക, ചാടുക, ഓടുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്, എൻ്റെ അല്ല. ഇനി ചിന്തിക്കുക, മറക്കുക, അതൊക്കെ മനസ്സിൻ്റെ ധർമ്മമാണ്, എൻ്റെ അല്ല. പക്ഷെ ഞാൻ പറയാറ് ഞാൻ ചിന്തിക്കുന്നു. അല്ലല്ല, ഇനി അങ്ങനെ പറയരുത്. ഇനി എന്തേ പറയാവൂ? എൻ്റെ മനസ്സ് ചിന്തിക്കുന്നു. എൻ്റെ മനസ്സിന് ദുഃഖമുണ്ട്. ആർക്കേ ഉള്ളൂ? എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്നെ ദുഃഖിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കാം. മനസ്സ് ചിലപ്പോൾ ദുഃഖമൊക്കെ ഉണ്ടാവും കേട്ടോ, അത് വേറെ വിഷയം. പക്ഷെ എനിക്കില്ല. കാരണം ദുഃഖമില്ലാതിരിക്കുന്ന സമയമുണ്ടല്ലോ, ഉണ്ട്. ഉറങ്ങുമ്പോൾ ദുഃഖമില്ലല്ലോ. ഉണർന്നാലേ ദുഃഖമുള്ളൂ. മനസ്സുള്ളപ്പോഴേ ദുഃഖമുള്ളൂ. ഇനി ശരീരത്തിനെ ബാധിക്കുന്നത് മനസ്സിനെ ബാധിക്കാണ്ടിരിക്കാനുള്ള വഴികളൊക്കെ ഇല്ലേ? പല ഗുളികളും കഴിച്ചാൽ പോരെ. ചിലരുടെ വിചാരം ദുഃഖം ഇല്ലാണ്ടിരിക്കാനാണ് ഭാഗവതം കേൾക്കണമെന്ന്. അല്ലല്ല. ആത്മജ്ഞാനം ദുഃഖം ഇല്ലാണ്ടിയാക്കാനാണോ ചോദിച്ചാൽ ദുഃഖം ഇനി മേലാൽ ഉണ്ടാവരുത്, അതാണ്. അല്ലാണ്ടാക്കാൻ പല ധരിപ്പിക്കാനുള്ള ഗുളിക കഴിച്ചാൽ പോരെ, അനസ്തേഷ്യ എടുത്താൽ പോരെ, പിന്നെ കുഴപ്പമില്ല. അല്ലെ എപ്പോഴും കിടന്നുറങ്ങിയാൽ പോരെ. സദാസമയം ഗുളിക കഴിക്കുക, കിടന്നുറങ്ങുക, ഇഞ്ചക്ഷൻ വയ്ക്കുക, കിടന്നുറങ്ങുക. ഉണർന്നാൽ വീണ്ടും പ്രശ്നം വരണില്ലേ? അത് വരരുത്. അത് ആത്മജ്ഞാനം കൊണ്ടേ പറ്റൂ. സത്യം തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. അതിനു വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് നിൽക്കുക, നടക്കുക, ഓടുക എന്നുള്ള ശരീരത്തിൻ്റെ ധർമ്മം എൻ്റെ അല്ല. ചിന്തിക്കുക, മറക്കുക എന്നുള്ളത് മനസ്സിൻ്റെ ധർമ്മം എൻ്റെ അല്ല. വിശപ്പ്, ദാഹം അതെൻ്റെ പ്രാണൻ്റെയാണ്, എൻ്റെ അല്ല. ആരുടെയാണ്?
പ്രാണൻ്റെ ചലനത്തിൻ്റെ വ്യത്യാസം കൊണ്ട് വിശപ്പും ദാഹമൊക്കെ വരാറുമുണ്ട് പോവാറുമുണ്ട്. നല്ല വിശന്നിരിക്കുന്ന ആളാണെങ്കിലും ചീത്ത വാർത്ത കേട്ടാൽ ചിലപ്പോൾ പക്ഷേ വിശപ്പ് പോവാറില്ലേ? ഇല്ലേ? ഇല്ല. നല്ല വിശപ്പുണ്ട്. നമ്മൾ ഊണഴിക്കാൻ ഇലയൊക്കെ ഇട്ടിരുന്നു. ഇരുന്ന സമയത്ത് വെറുതെ ഒരു മെസ്സേജ് വന്നപ്പോൾ നോക്കിയതാ. നമ്മൾ നേരത്തെ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നു, 4th സ്റ്റേജാ. കഴിക്കൂ. അതെന്തായാലും അങ്ങനെ ഇനി സദ്യ ഒഴിവാക്കണ്ട. ജീവൻമുക്തന്മാർക്കൊക്കെ പറ്റിയിരിക്കും. ഒരു നാടകം പോലെ നമുക്ക് പറ്റുമോ? ആ ചോദ്യം. എന്താ പറ്റാത്തത്? പ്രാണൻ്റെ ചലനം കൊണ്ട് തന്നെ മാറ്റം വന്നു. വിശപ്പൊക്കെ പോയി, ഇനി കഴിക്കാൻ വയ്യ. എന്തായാലും കുറച്ച് നേരത്തേക്ക് അങ്ങനെ വന്നില്ലേ? പ്രാണൻ്റെ ചലനം കൊണ്ടാണ്. അതുകൊണ്ട് പ്രാണൻ ഞാനല്ല. ഇങ്ങനെ ചിന്തിച്ചാൽ വിശപ്പും ദാഹമൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. നല്ലോണം ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് വിശപ്പും ദാഹം ഉണ്ടാവാറില്ലല്ലോ. പരീക്ഷത്ത് 7 ദിവസം ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. നമുക്ക് കൃത്യം വേണം കേട്ടോ, അത് വേറെ വിഷയം. എന്നിട്ട് തന്നെ ക്ഷീണം, അത് വേറെ. ഇവിടെ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധ ഏതിലെന്നുള്ളതിനനുസരിച്ച് ശ്രദ്ധ ശരീരത്തിലേക്ക് വന്നാൽ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കിങ്ങനെ എൻ്റെ പ്രശ്നമായിട്ട് തോന്നും. ശ്രദ്ധ മനസ്സിലേക്ക് പോയാൽ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പ്രശ്നമായിട്ട് തോന്നും. ശ്രദ്ധ ഭഗവാനിലേക്ക് പോയാൽ ഭഗവാന്റെ ആനന്ദം, അതാണ് റിയൽ. ബാക്കിയൊക്കെ നാച്ചുറൽ. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് പ്രകൃതി, ഒന്ന് വാസ്തവം. പ്രകൃതി പറഞ്ഞാൽ നമ്മൾ പ്രകൃതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. അല്ലല്ല, പ്രകൃതിക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് പുരുഷനാണ്. ഈ പുരുഷനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ പുരുഷനെങ്കിൽ പ്രകൃതി ജഡം. കുറേ പൂജ ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്ന് വേണം, എന്നാലേ വില ഉണ്ടാവുള്ളൂ. ഒന്ന് ഇട്ടിട്ടൊരു പൂജ ഇട്ടാൽ 10ആയി, ഒന്ന് ഇട്ടാൽ 100ആയി. കുറേ പൂജ ഉണ്ട്, ഒന്നങ്ങോട്ട് വായിച്ചാലോ പിന്നെ എന്തിനു കൊള്ളും? ഇതുപോലെയാണ്. അതുകൊണ്ട് പുരുഷന് പ്രാധാന്യം കൊടുക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുരുഷനെ വന്ദിക്കണം. ഈ ചൈതന്യത്തെ മറക്കാതെ നോക്കുക, അത്രയേ വേണ്ടൂ. ബാക്കിയുള്ളതൊന്നും വേണ്ട പറയണില്ല. ഒക്കെ തേച്ച് കുളിക്കണം, കുഴമ്പ് തേക്കണം, ആഹാരം കഴിക്കണം, വ്യായാമം ചെയ്യണം, വേണ്ട പറയണില്ല. പക്ഷേ ഇതിനെ നിലനിർത്തുന്ന ചൈതന്യത്തെ മറന്നുപോകണ്ട, അതാണ് മുഖ്യം. എത്ര കണ്ട് തേച്ച് കുളിച്ചാലും ചൈതന്യം പോയാൽ കഴിഞ്ഞു കഥ. അതുകൊണ്ട് അതിനെ വന്ദിക്കണം, അതിനെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ഇതാണ് സാഖ്യം. ശരി, ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. ഇത് ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. ഈ ബുദ്ധി അത്ര ഇല്ലാത്തവർക്ക് ഭക്തിയുണ്ട്, ഭക്തിയും ബുദ്ധി ഇല്ലാതിരിക്കുക. എന്തു ചെയ്യും? ഭക്തിമാർഗം വയ്യ, ജ്ഞാനമാർഗം വയ്യ. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു മാർഗ്ഗമുണ്ട്. രജോ ഗുണമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ അവർക്ക് നല്ല മാർഗം, അവർക്ക് കർമ്മയോഗം. അതാണ് പിന്നെ വർണ്ണിച്ചത്. സ്വധർമാചരണം ശക്തിയാ വിധർമാച നിവർത്തനം. കർമ്മം ചെയ്യണത് നിർത്താൻ വയ്യ എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ആ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് ശീലിക്കൂ. അത്രയേ വേണ്ടൂ. കാരണം ഭാഗവതം കേൾക്കാൻ വയ്യ, എന്നാൽ താൻ ഇപ്പോൾ ജോലി ചെയ്യണില്ല, ചെയ്യുന്നുണ്ട്. അത് ഭാവന ഒന്ന് മാറ്റുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഈശ്വര പൂജയായിട്ട് കണക്കാക്കുക. നാളെ മുതൽ അങ്ങനെ ആവട്ടെ. ശരി, അത് നോക്കാം. അച്ഛനെ അമ്മയെ നോക്കുന്നുണ്ട്, അത് ഇനി മുതൽ ഈശ്വരാർപ്പണമായിട്ട്. തൻ്റെ ഉപാസന, ഈശ്വരോപാസനയാണ്. വയ്യാത്ത കുട്ടിയാണ് മകൻ, തീരെ വയ്യ, നോക്കുന്നുണ്ട്. അതെന്ത്? അത് കൃഷ്ണനെ നോക്കുന്നത് പോലെ. വയ്യാൻ തളർവാദം പിടിച്ചിരിക്കവും അത് കുളിപ്പിക്കുന്നുണ്ട്, ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുന്നത് പോലെ. അപ്പോൾ മുഷിയില്ല, മടുപ്പ് തോന്നില്ല. എന്തായാലും ജീവിച്ചിരിക്കുന്നുണ്ട്, മരണം വരെ എന്ത് ചെയ്യുന്നു? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഭാവന ശുദ്ധമാക്കിയാൽ ഒരിക്കലും പരാതി പറയാൻ തോന്നില്ല, ഒട്ടും വിഷമം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ വിഷമമൊന്നും ഇല്ലാത്തവർക്ക് പോലും നിസ്സാര വിഷയം പോലും അവർ പരാതി പറയാറില്ലേ? എന്താ കാരണം? മനസ്സിനെന്തില്ല, അതിനെ ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഈ ഒരു വിചാരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ചെയ്യണ കർമ്മം അത് യോഗമാക്കി മാറ്റുക. രാമകൃഷ്ണൻ പറയും, ചക്ക മുറിക്കും പോലെയാണ് ഈ കർമ്മം ചെയ്യുക പറഞ്ഞാലേ. ചക്കയ്ക്കൊരു സ്വഭാവമുണ്ട്, അത് മുറിച്ചാൽ അതിൽ പശുണ്ട്, വിളഞ്ഞി പറയും, ചിലരിക്കലും മുളഞ്ഞെന്ന് പറയും. എന്തായാലും സംഗതി മനസ്സിലായില്ലേ? ഒരു പശ അതിലുണ്ട്. ചിലർക്ക് ചക്ക കെട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ചക്കയോടുള്ള ആർത്തി കൊണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാണ്ട് ഇതിൽ ഈ വിളഞ്ഞിട്ടുള്ള കാര്യം മറന്നുപോവേ. ചക്കയുടെ ഗന്ധം കൊണ്ടും അതിനോടുള്ള സ്വാദ് കൊണ്ടും ചില സീസണിൽ അങ്ങോട്ട് വരുമ്പം ആദ്യമായിട്ട് ചക്ക ഉണ്ടാകുമ്പോൾ വലിയ മോഹമായിട്ട് പോയിട്ട് മുറിച്ചിട്ട് എന്ത് പറ്റും ചോദിച്ചാൽ ചക്ക അങ്ങോട്ട് മുറിക്കുമ്പം ആ കത്തിയുടെ മുകളിൽ ഈ വശ വരും. പിന്നെ നേരാവണ്ണം മുറിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി അത് മുറിച്ച് കഴിഞ്ഞാൽ ചുള പറിക്കുമ്പോൾ അത് കയ്യിലാവും വശ, കഴിക്കുമ്പം അത് താടിയുമ്പിലാവും. അവസാനം 2 ചുള കഴിച്ച് പൊട്ട ചക്കാന്നും പറഞ്ഞ് ബാർബർ ഷാപ്പിൽ പോയി ഷേവ് ചെയ്ത് ചക്കയെ കുറ്റം പറഞ്ഞ് പോകും. നേരെ മറിച്ച് ഇതേ ചക്ക തന്നെ വിവരമുള്ള ആൾക്ക് കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യും? അയാളെ ചക്കയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടാണ് പോവുക. കത്തിയുടെ മുകളിൽ നല്ലോണം ഈ വെളിച്ചെണ്ണ തേക്കും. എന്നാൽ പിന്നെ കഴുകേണ്ട ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ കത്തി കഴുകാൻ പറ്റും. ഇനി നല്ലോണം കയ്യിലും തേക്കും. ഇനി അതിസാമർത്ഥ്യമുള്ളവർ ചുണ്ടുമ്പിലും തേക്കും. ഇനി കഴിക്കുമ്പോൾ അങ്ങനെ ആയി പോകണ്ട. അവർ ചുള പറിച്ച് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കൂ, ചക്ക എങ്ങനെ? അസ്സല് ചക്ക. ലോകം എങ്ങനെ? ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അസ്സല് ലോകം. പോയാൽ ഇനിയും വരണം എന്നാണ്. ഭവേ യഥാഭക്തി. ഇനിയും ജനിക്കട്ടെ, കാരണം മതിയാവണില്ല. ഭാഗവതം വായിക്കാൻ പറ്റുമല്ലോ, പിന്നെ ഇപ്പം എന്താ പ്രശ്നം? ഇനിയും വരട്ടെ. ചിലരോട് ചോദിച്ചാൽ നശിച്ച ലോകം, ഇവിടുന്ന് ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അവർ നശിച്ച ചക്ക എന്ന് പറയണം. ചക്കയ്ക്കൊരു കുഴപ്പമില്ല. അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കി വ്യവഹരിക്കാൻ പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഈ ലോകം ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വ്യവഹരിക്കാൻ അറിയില്ല.
അതുകൊണ്ട് നിസ്സംഗമാകുന്ന എണ്ണ പുരട്ടിക്കൊണ്ട് ഈ ലോകത്ത് സഞ്ചരിക്കൂ, ചക്ക മുറിക്കൂ, ബന്ധിക്കില്ല, അത് നമ്മളെ ബാധിക്കില്ല. അതാണ് കർമ്മയോഗം. ഇപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, അത് കർമ്മയോഗമാക്കി മാറ്റുക, അതാണ് ഉപദേശം. ഇനി അടുത്തത് എന്താ? ഇതും പറ്റണില്ലെങ്കിൽ വേറൊരു യോഗം പറയാം, അതാണ് ധ്യാനയോഗം. ഏകാന്തത്തിലിരുന്ന് കണ്ണടച്ച് നിവർന്നിരിക്കുക കേട്ടോ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രാണനെ ഒന്ന് നിയന്ത്രിക്കുക. അത് കഴിഞ്ഞാൽ പ്രത്യാഹാരം, അകത്തേക്ക് എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നല്ലത് മാത്രമേ എടുക്കുള്ളൂ എന്ന് ഉറപ്പിക്കുക. എൻ്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമുള്ള ഒന്നും ഞാൻ ഇനി അകത്തേക്ക് സ്വീകരിക്കില്ല. അതിന് ഭക്ഷണമാണെങ്കിലും വർത്തമാനമാണെങ്കിലും എന്തായാലും ഞാൻ കരുതും. ഇങ്ങനെ നിഷ്ഠ, അതാണ് പ്രത്യാഹാരം. അത് കഴിഞ്ഞാൽ ധാരണ, മനസ്സിൽ വേറെ വിഷയങ്ങൾ അകത്ത് വരാണ്ടിരിക്കാൻ ഒന്ന് നിറയ്ക്കുക, ഭഗവാന്റെ രൂപം നിറയ്ക്കാം. ഇതിവിടെ വിഷ്ണു പുരാണമായതുകൊണ്ട് സഞ്ചിന്തയേ ഭഗവതശ്ചരണാരവിന്ദം, ഭഗവാന്റെ ചരണാരവിന്ദം ധ്യാനിക്കൂ. വജ്രാങ്കുശധ്വര സരോരുഹലാഞ്ചനാഢ്യം, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. അതിങ്ങനെ വർണ്ണിക്കുമ്പോൾ നമ്മളതിങ്ങനെ വാങ്മയ ചിത്രം അതിങ്ങനെ മനസ്സിലിങ്ങനെ കാണുമല്ലോ. അങ്ങനെ കണ്ട് വരുമ്പോൾ ഇത്രയും നേരം മറ്റു വിഷയങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. വലിയ കാര്യമല്ലേ? നമ്മളിപ്പം ഭാഗവതം കേൾക്കുമ്പോൾ ഇത്രയും നേരം എന്തുണ്ടാവണില്ല. ഇതിപ്പോൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിലും സാരമില്ല, അത്രയും നേരം എന്ത് കേൾക്കണില്ല, അത് വലിയ കിട്ടലല്ലേ. ഇത്രയും നേരം മറ്റു വിഷയങ്ങൾ കേൾക്കണില്ല. നമ്മളിവിടെ വന്നങ്ങനെ ഇരിക്കുമ്പം ഒന്നുമില്ലേ, വീട്ടുകാർക്ക് സമാധാനമില്ലേ? എങ്ങനെ നോക്കിയാലും ആനന്ദമല്ലേ. എത്ര പേർക്ക് നമ്മൾ കാരണം സമാധാനം ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറയും, എല്ലാവർക്കും അലോകിയാവും, ശത്രുക്കളെണ്ണം കൂടിക്കൂടി വരും. ഇതിപ്പം 7 ദിവസമാകുമ്പോഴേക്കും വീട്ടുകാർ തന്നെ പറയും, അമ്മയ്ക്ക് നല്ല ചൈതന്യം ഉണ്ടല്ലോ. എന്താ അങ്ങനെ? എന്താ വെച്ചാൽ നമ്മൾ മിണ്ടിയില്ലാണോണ്ടാ. നമ്മളിതിങ്ങനെ കേൾക്കണം, നമുക്ക് ഇനി എന്തിനാ മിണ്ടണമെന്ന് തോന്നും. എന്തിനാ ഇപ്പോൾ മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ എന്താ പറയാം, മതി. അതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ വിഷ്ണുപുരാണം ആയതുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നു. നീലമേഘ ശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി ഭഗവാന്റെ പാദത്തിൽ അങ്കുശം, ധ്വജം, സരോരുഹം, ഇങ്ങനെ ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി. എന്തിന് ഈ തോട്ടിയൊക്കെ കൃഷ്ണൻ്റെ കാലിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അതെന്തിനാന്ന് ചോദിച്ചാൽ, തോട്ടിയുടെ പ്രത്യേകത വലിയ മതയാനയാണെങ്കിലും തോട്ടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു വെക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ മനസ്സാകുന്ന മതയാന, അതിനും പിടിച്ചു വെക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അതാ ഗുരുവായൂരപ്പനുണ്ട്. ആ കേശവനൊക്കെ നിൽക്കുന്നത് കാണണം. ഇപ്പോഴും കാണാൻ 2 കൊമ്പ് അവിടെ വെച്ചല്ലേ. വലിയ ആനയെ അവിടെ അങ്ങനെ നിർത്താൻ ഉള്ള ശേഷി ആർക്കുണ്ട്? അത് ആ ഭഗവാനുണ്ട് കേട്ടോ, എന്ന് കാണിക്കാനാണ്. അതാണ് അങ്കുശം. ധ്വജം എന്ന് പറഞ്ഞാൽ കൊടിയാണ്. കൊടി ഉത്സവത്തിൻ്റെ പ്രതീക. എന്നെ ആശ്രയിക്കുന്നവന് എന്നും ജീവിതത്തിൽ ഉത്സവമായിരിക്കും. അയാൾക്കൊരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാവില്ല. നിത്യോത്സവം, എന്നും ഉത്സവം. വീട്ടിലെന്നും ഉത്സവം. ഇന്നിപ്പോൾ വീട്ടിലെന്നും കലഹം, എന്നും പ്രശ്നം. വീട്ടുപേരെന്താ? വീട്ടുപേര് പ്രശാന്തി നിലയം. എന്നാൽ അതൊന്ന് മാറ്റാം, എന്നാലും മതി. നീ പ്രശ്നം മാറ്റണമെങ്കിൽ അതൊന്ന് മാറ്റിയാലും മതി. ഇതാണ് അവസ്ഥ. അത് മാറും. അതാണ് നിത്യോത്സവം. ഉത്സവം കാണിക്കാനാണ് ധ്വജം. സരോരുഹം എന്ന് പറഞ്ഞാൽ താമര ഉണ്ടായതും വളർന്നതൊക്കെ വെള്ളത്തിലാണ്. പക്ഷെ വെള്ളമായിട്ട് ആർക്ക് ബന്ധമില്ല. താമര ഒന്ന് ഉയർന്നു നിൽക്കും. ചളിക്കുണ്ടിലാണ് ഉണ്ടായത് പറഞ്ഞിട്ട് കാര്യമില്ല. ചളിയായിട്ട് ബന്ധമില്ല, ഒന്ന് ഉയർന്നു നിൽക്കും. താമരയുടെ ഇല തന്നെ വെള്ളം സഹസ്രകലശം ചെയ്താലും ഒരു തുള്ളി വെള്ളത്തിൽ നിൽക്കില്ല, അങ്ങനെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതുപോലെ ഈ ലോകത്ത് നിൽക്കുമ്പോഴും ഒട്ടാണ്ട് അങ്ങനെ നിൽക്കുക. എന്താണ്? ഒട്ടണമൊന്നുമില്ല. ഒട്ടി പോലെ ഇങ്ങനെ തോന്നും, പക്ഷേ ഒട്ടണില്ല. തന്നെ ബാധിക്കരുത്. ഇങ്ങനെ നിൽക്കാൻ സാധിക്കും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ എന്നാണ്. വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരത്ന വികലൻ നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹത് ഹൃദയാന്ധകാരം. ഭഗവാന്റെ ആ തിരുനഖങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രകാശം, ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങൾ, ആ കാന്തി പോലെ ഹൃദയത്തിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ട് നീങ്ങാൻ ഈ ഭഗവാന്റെ നഖമാകുന്ന മടിയിൽ നിന്ന് വരുന്ന ചന്ദ്രിക പോലെ, ആ നിലാവ് പോലെ ദുഃഖം നീങ്ങാൻ അങ്ങനെയുള്ള ഭഗവാന്റെ ചരണാരവിന്ദം ധ്യാനിക്കുക. ഇത് ദിവസവും വേണം, എപ്പോഴെങ്കിലും പോരാ. എന്നെങ്കിലും ഒരു ദിവസം ഇരുന്ന് അത് പോരാ. ദിവസവും കൃത്യസമയം, ഏത് സമയം വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ആ സമയം കൃത്യമായിട്ട് അങ്ങനെ പുറപ്പെട്ടാൽ, ഇപ്പോൾ നീറ്റ ഉടനെ കാപ്പി വേണം തോന്നണില്ലേ? എന്താ കാരണം? പഠിപ്പിച്ചതാണ്. ഇതൊന്ന് പഠിപ്പിക്കൂ. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യസമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും. ആ സമയം അങ്ങോട്ടായാൽ സ്വാഭാവികമായിട്ട് മനസ്സ് ഭഗവാനിലേക്ക് പോകും. ഈ ചിന്ത അങ്ങോട്ട് വരും. അതൊരു 10-20 ദിവസം ഒന്ന് ശീലിച്ചാൽ മതി. നേറി വന്ന ഒരു 41 ദിവസം പിന്നെ ഇത് പോവില്ല. അതങ്ങനെ കൃത്യം ആ സമയമാകുമ്പോൾ ഭഗവാനെ ധ്യാനിക്കും. ദിവസവും 2 നേരമെങ്കിലും രാവിലെ എണീറ്റാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കൂ. ദുഃഖമില്ലാണ്ടിരിക്കാം. ഇതാണ് ധ്യാനയോഗം. അങ്ങനെ ശീലിച്ചൊരു വ്യക്തിക്ക് മനസ്സ് അവരുടെ കയ്യിലാണ്. അങ്ങനെയാകുമ്പോൾ എന്താ ഗുണം എന്നാണെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ശരീരം ക്ഷീണിക്കുമ്പം അവർക്ക് തന്നെ എന്ത് ചെയ്യാം? കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് മടുത്താൽ ഈ ശരീരം അവരെ വിട്ടുപോകുന്നത് അവരറിയില്ല. വാസോയഥാ പരികൃതം മതിരാമദാന്ധ. കള്ളു കുടിച്ച് പോസായിട്ടുള്ള ആൾ ഉടുതുണി വീണ് പോകുന്നത് അറിയാതിരിക്കും പോലെ മരണം അവരറിയില്ല. മരിച്ചു ഞാൻ അറിഞ്ഞില്ല. എന്താണ്?
അത് ശരീരം വീണോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, നമ്മളങ്ങനെ വലിച്ച് അങ്ങനെ കടന്ന് അങ്ങനെ പലരും രാഗി അതൊന്നും ഇല്ലാണ്ട് ശാന്തമായിട്ട് മരിക്കാൻ സാധിക്കും. ജീവൻ എളുപ്പത്തിൽ ഈ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ട് പോകാൻ സാധിക്കും. ഉർവാരുകമിവ ബന്ധനാത് മൃത്യോം ക്ഷീയമാമൃതാത്. ഇങ്ങനെ ആ വാടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊഴിയില്ലേ, ഇതുപോലെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ധ്യാനയോഗം. അമ്മ ചോദിച്ചു, ഈ 4 യോഗം ചെയ്തിട്ടില്ലെങ്കിലോ? അവരെ യോഗം പറയാണ്ടിരിക്കുക നല്ലതമ്മേ. ഇത് വല്ലാത്തൊരു യോഗമാണ്. എന്നാലൊന്ന് സൂചിപ്പിക്കാം. ആയ കാലത്തൊന്നും ഭഗവാനെ ഭജിക്കില്ല, ഭാഗവതം കേൾക്കില്ല, മക്കളെയൊന്നും കേൾക്കാൻ പറഞ്ഞയക്കില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുറച്ച് കഴിയുമ്പോൾ മക്കളൊക്കെ വഴിതെറ്റും. കാരണം അവർക്ക് പണം ഉണ്ടാക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അവർക്കും കുറച്ച് കഴിഞ്ഞാൽ തോന്നും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് പണം കിട്ടാണ്ടേ ആകുമ്പോൾ പിന്നെ ഇവരെന്തിനു നോക്കുകയാണ്? നഷ്ടമാണ്, കച്ചവടം നഷ്ടമാണ്. എന്ത് കച്ചവടം? അല്ല, ഇവർക്ക് കുറേ തിന്നാൻ കൊടുക്കണം, നല്ല ചിലവുണ്ട്, രോഗങ്ങൾ പലതുമുണ്ട്, മാസം ചെക്കപ്പ്, ആശുപത്രി കൊണ്ടുപോയാലുള്ള ചിലവ്, ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടണില്ല. വരവിനേക്കാൾ അധികം ചിലവാണ്. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അങ്ങനെ പഠിപ്പിച്ചത്, ഭാഗവതം കേൾപ്പിച്ചില്ല. അപ്പോഴൊക്കെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം കൊണ്ടാക്കുക. നേരെ മറിച്ച് ആ സമയത്ത് കുറച്ചൊരു ഹോംവർക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊന്നും അതും വേണമല്ലോ, അത് പഠിപ്പിച്ചില്ല. മൂല്യത്തിന് വില കൽപ്പിച്ചില്ല. സ്നേഹം, സത്യം, ദയ, കാരുണ്യം, ഇതിനെ പറ്റിയൊന്നും നിശ്ചയില്ല. അങ്ങനെയുള്ള വാക്കെന്നെ കേട്ടില്ല. ഇതെന്താ ഉണ്ടാവുക? അവസാന കാലത്ത് അങ്ങനെ കിടക്കുമ്പോഴാവും ആ കാരണവരാലോചിക്കുക, കുറച്ചൊക്കെ ഭാഗവതം പറഞ്ഞു കൊടുക്കായിരുന്നു, ആ മുലപ്പാലിൻ്റെ കൂടെ കുറച്ച് സംസ്കാരവും കൊടുക്കായിരുന്നു. പറ്റിയില്ല. ആ സമയത്ത് TV കണ്ട് നോക്കി ഒന്ന് കൊടുത്തുകൊണ്ട് ആ TV-യിലുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ ഈ കുട്ടിക്ക് കിട്ടിയത്. ശ്രദ്ധിച്ചില്ല, അതാണ് എന്നുള്ള വിഷം. അത് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? സമയത്ത് നോക്കണ്ടേ? കുറച്ചും കണ്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നോക്കാണ്ടിയാവും. കീനാശം ഇവ ഗോചര. മുതുക്കം കാളയെ പോലെയാവും അവസ്ഥ. ആ ഗൃഹനാഥൻ്റെ അവസ്ഥ പറയാണ്. കാളയുടെ അവസ്ഥ, അതിന് പണ്ട് കന്ന് പൂട്ടുക പറയും. ഉഴുതു മറയ്ക്കാനുള്ള ശേഷി ഇല്ലാണ്ടായ പിന്നെ അതിനെ തിന്നാൻ കൊടുക്കില്ല, അതിനെ വിൽക്കും. വിറ്റാൻ എന്താ ഉണ്ടാവുക? അറവുശാലയ്ക്കാണ് കൊണ്ടുപോകുന്നത്. കറവ് പറ്റിയ പശുവിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ശമ്പളമില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ പോലെയാണ്. അതാ പറഞ്ഞത്. കറവ് പറ്റിയ പശു പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത മനുഷ്യൻ, സമ്പാദിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞു കഥ. കുറച്ചവിടെ ഇരുന്നോട്ടെ ബാങ്കിൽ. എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, ഉള്ള വില ഇല്ലാണ്ടാവും. ഒരു 10 സെൻറ്റ് കയ്യിൽ നിൽക്കട്ടെ. യാവത് വിത്തോപാർജനസക്ത താവൻ നിജപരിവാരോ രക്ത പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപിന പൃച്ഛതികേഹേ. എത്ര കാലം കാശുണ്ടാക്കാൻ പറ്റണോ അത്രയും കാലം ജനങ്ങളൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും, കുശലാന്വേഷണം നടത്തും. കാശില്ല എന്ന് കണ്ടാൽ പിന്നെ ആ ആൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ആരും അന്വേഷിക്കില്ല. അതാണ് കഥ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിയാവും, പലരും അന്വേഷിക്കാണ്ടിയാവും. അയാൾ മരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. 8 മാസത്തിലേക്ക് കിടക്കണോ? ഞാൻ കരുതി പോയി നാട്ടോ. പോയില്ലല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ച. ബന്ധുക്കളൊക്കെ അടുത്ത് വന്നിരിക്കും. ആർക്കും വാസ്തവത്തിൽ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അവർ ചിരി, കളി, പാട്ട്, തമാശയൊക്കെയായിട്ട് നടക്കും. നമ്മൾ വയ്യാണ്ട് കിടക്കുക. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു അവസ്ഥ, അതാണ് മുതുക്കൻ കാളയുടെ അവസ്ഥ അല്ലെങ്കിൽ കറവ് പറ്റിയ പശുവിൻ്റെ അവസ്ഥ. മറ്റുള്ള ജന്തുക്കൾക്ക്, മറ്റു കറവുള്ള പശുവിന് കുറേ കൊടുക്കേ. പേരക്കുട്ടിക്കൊക്കെ നല്ലോണം കൊടുക്കും, വീണ്ടും കൊടുക്കും. കോംപ്ലൈൻ കൊടുക്കണോ, ബൂസ്റ്റ് കൊടുക്കണോ, ഹോർലിക്സ് കൊടുക്കണോ സംശയം. അച്ഛൻ എന്തേ പൊടിയിരിക്കാൻ ലേശം ഉപ്പൊന്നും ഇടണ്ട, മനസ്സിലാവൊന്നുമില്ല. അപ്പം നോക്കണേ. ഇങ്ങനെ അവഗണന, നിന്ദിക്കുക, വേണ്ടതുപോലെ ആഹാരം തരുന്നില്ല, സ്നേഹത്തോടുള്ള സംസാരമില്ല. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ആഹാരം അധികം കിട്ടിയില്ലെങ്കിലും അടുത്ത് വന്ന് 2 വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടോ വിഷമിക്കണ്ട. കുഴമ്പ് തീർന്നാൽ മുത്തശ്ശി പറയാൻ മടിക്കണ്ട. നല്ലോണം കടന്നുറങ്ങും. എവിടെ കാലിനാണോ വേദന, കാലും കണ്ട് കാണിക്കൂ, കുട്ട ഒഴിഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പ്രായം ഇഷ്ടപ്പെടുക. ഇതടുത്തേക്ക് പോവില്ല, മക്കളടുത്തേക്ക് വിടില്ല, മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകണ്ട. പഴയ കാര്യം എന്തെങ്കിലും പറഞ്ഞത് തന്നെ അങ്ങനെ പറയും. ഇവിടെയുള്ള ആ മുത്തശ്ശി പറഞ്ഞത് തന്നെ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരും. അത് ശ്രദ്ധിക്കണം, നല്ലതാണ്. പറഞ്ഞു തന്നെ പറഞ്ഞോട്ടെ എന്ന്, അതിനെന്താ കുഴപ്പം? നമ്മൾ ആദ്യമായിട്ട് കേൾക്കണ പോലെ കേൾക്കുക, അത്രേ വേണ്ടൂ. മൂളി കേൾക്കുക, നല്ലത് പറയുക. ഇതൊന്നും നിശ്ചയില്ല, ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ യന്ത്രം പോലെയാവും മനുഷ്യൻ. പിന്നെ പറയണ്ടല്ലോ, കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ പല രോഗങ്ങളും വന്നാൽ പിന്നെ കഥ കഴിഞ്ഞു. ബോധം പോയാൽ മതിയായിരുന്നു, എന്നാൽ അത് പോവില്ല. എന്താണ്? പല ഡിമൻഷ്യയും അൾഷിമേഴ്സും വന്നാൽ പിന്നെയും ഭേദാട്ടോ. എന്താണ്? അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ളൂ. ഇയാൾക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് കേൾക്കണത്. പക്ഷേ ചില രോഗം ശരീരത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സ് ഇങ്ങനെ ഒക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കുക പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയല്ലേ? അങ്ങനെ ഇരിക്കുമ്പം ബന്ധുക്കളൊക്കെ സ്നേഹിക്കും. സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന കാലത്ത് പണം ഉണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സ്നേഹം മാത്രം ഉണ്ടാവില്ല. അവസാനം ഒരു പോക്കാണ്. ബന്ധുക്കളൊന്നും അടുത്ത് ഇല്ല, അവരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴാവും ഇയാൾ ശ്വാസം വലിക്കുക. അതുവരെ ഉണ്ടാവും അവിടെ.
അത് കഴിഞ്ഞ് എന്തെങ്കിലും അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും അങ്ങോട്ട് വലിച്ച അയാൾ അങ്ങോട്ട് മരിക്കും. വെള്ളം തരാൻ പോലും ആളില്ലാണ്ട്. അത് കഴിഞ്ഞ് രക്ഷപ്പെടുമോ? ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണ്ടേ? വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. നരകത്തിൽ നിന്നൊരു ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ ചെന്ന് പിറന്നിട്ട് ചന്ദ്രനിൽ നിന്ന് മഴ പെയ്ത് ഭൂമിയിലെത്തി സസ്യമായി മുളച്ച് അച്ഛനാവാൻ യോഗ്യനായിട്ടുള്ള ആൾ ഭക്ഷിച്ച് അത് രക്തമായി രേതസ്സായി അമ്മയാവാൻ യോഗ്യയായിട്ടുള്ളവളുടെ ഗർഭത്തിലെത്തി. അവിടുന്ന് 2 മാസം 3 മാസം 4 മാസം കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. പൂർവ്വജന്മ സ്മൃതി ഉണ്ടാവും. താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ജീവൻ അവിടെ ഇരുന്ന് സ്തുതിക്കും. ജന്തുരുവാച. ജന്തു നമ്മുടെ പേര് ഭാഗവതത്തിലുണ്ട്. ജന്തുരുവാച. ജന്തു ഇങ്ങനെ സ്തുതിക്കും. ഇനി ഭഗവാനെ പുറത്തേക്ക് വിട്ടാൽ ഞാൻ ഇനിയൊരു അവസരം തന്നാൽ ആത്മാവിനെ അറിയും, ആത്മവിചാരം ചെയ്ത് സത്യത്തെ ഞാൻ അറിഞ്ഞിരിക്കും, ഉറപ്പ് എന്ന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാൻ എന്നാ ഒരു അവസരം കൊടുത്തേക്കാം എന്ന് കരുതി പുറത്തേക്ക് അങ്ങോട്ട് വിടും. ഭാഗവതം കേൾക്കട്ടെ കരുതിയിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വരുമ്പോഴേക്കും ഒക്കെ മറക്കും. നമുക്ക് വല്ല ഓർമ്മയുണ്ടോ? ഗർഭത്ത് കിടന്നത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുള്ളത്? ഗർഭത്ത് കിടന്നത് പറഞ്ഞിട്ട് രാവിലെ പറഞ്ഞ കഥ ഓർമ്മയില്ല. പിന്നെയാണോ പൂർവ്വജന്മ സ്മൃതിയുടെ കാര്യം? അതുകൊണ്ട് പൂർവ്വജന്മം ഇല്ല എന്നും പറയണ്ട. ഇന്നലെ ഉണ്ടെങ്കിൽ പൂർവ്വജന്മമുണ്ട്, നാളല്ലേ ഉണ്ട്. അപ്പോൾ പുനർജന്മം ഉണ്ട്. ജന്മം തന്നെ ഇല്ല എന്ന് പറയാൻ പിന്നെ പേടിക്കാനില്ല കേട്ടോ. ആത്യന്തികമായിട്ടൊന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ജന്മം തന്നെ ഇല്ല. ഇതൊക്കെ ഒരു തോന്നലാണ്. പക്ഷെ വ്യവഹാരത്തിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് കരുതിയ നല്ലതാണ്, ദുഃഖിക്കാണ്ട് കഴിയാം. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. ഈ ചക്രന്ന് രക്ഷപ്പെടേണ്ടേ അമ്മേ? ഒറ്റ വഴിയുള്ളൂ ഈ ചക്രത്തിന് രക്ഷപ്പെടാൻ. എന്താ വഴി? ഇമം പ്രാപ്യ. ഈ ചക്രത്തിൽ കയറിയോ? ഭജസ്വമാം. ഈ ചക്രം തിരിക്കുന്നവനെ ആശ്രയിക്കുക. യന്ത്രൂഞ്ഞാൽ കണ്ടാൽ നമുക്ക് കയറണം തോന്നും. അതങ്ങനെ തിരിയുന്നത് കാണുമ്പോൾ ഒന്ന് കയറണം എന്നൊക്കെ തോന്നും. അങ്ങനെ കാശ് കൊടുത്ത് കയറി കഴിയുമ്പോഴേ തോന്നുക വേണ്ടിയില്ലായിരുന്നു. വിട്ടൊന്ന് കാണുമ്പോൾ ഒക്കെ രസമാണ്. സിനിമ കാണാൻ നല്ല രസമാണ്. അത് നമ്മുടെ ജീവിതമാണെങ്കിലോ അത് വയ്യ, ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തിരിയുമ്പോൾ നല്ല രസമാണ്. നമ്മൾ 500 രൂപ കൊടുത്തതിൽ കയറി ഇരുന്നു. 2 ചുറ്റൊക്കെ നല്ല രസമാണ് കേട്ടോ. 10-25 വയസ്സ് വരെ നല്ല രസമാണ്. ഒരു 40-45 ആകുമ്പോഴാണ് നടുവേദനയും കാലുവേദന, അങ്ങോട്ട് ആകെ ഒരു പ്രയാസം, പ്രഷർ, ഷുഗർ അങ്ങോട്ട്. നമ്മൾ കഴിക്കാണ്ടിരുന്നിട്ടും കാര്യമില്ല, വ്യായാമം ചെയ്തിട്ടും കാര്യമില്ല, തടി കുറയണമില്ല, മധുരം ഇങ്ങനെ കൂടിക്കൂടി വരണു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ദുഃഖം, മക്കളച്ച പറഞ്ഞാലും കേൾക്കണില്ല. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും അത് കുട്ടിക്കാലത്ത് ഉണ്ടായില്ല. 2 ചുറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് ചുറ്റാൻ തുടങ്ങുമ്പോഴാണ് പ്രയാസം. നമ്മൾ ആദ്യം രാവിലെ കഴിച്ച ഇഡ്ഡലി ഇങ്ങോട്ട് വരും. നമ്മളെ ഇഡ്ഡലി മാത്രമല്ല, മുകളിലിരിക്കുന്ന ആളുടെ ഇഡ്ഡലിയും വരുന്നുണ്ടേ. അതത്ര സുഖമില്ല. ഇനി അടുത്തിരിക്കുന്ന ആളെ സമാധാനിപ്പിക്കുന്ന കാര്യം അയാളോട് ചോദിച്ചു നോക്കൂ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, വീടൊന്നുമില്ലല്ലോ ചോദിച്ചാൽ ആൾ പറയും ഇന്നലെ ഒരാൾ വീണ്ടും നട്ടല് പൊട്ടി കിടക്കുകയാണ്, മൂർക്കി പിടിച്ചോളൂ. ഈ ലോകത്തിലതാ കഥ. ഒരാൾ സഹായമാവുന്ന കരുതി, ആശ്വാസമാവുന്ന കരുതി എന്ത് ചോദിച്ചു നോക്കൂ, അയാൾ ഒന്നും കൂടി പേടിപ്പിക്കും. ഇനി ഒറ്റ വഴിയുള്ളൂ. എന്താ വഴി? അവിടുന്ന് എടുത്ത് ചാടിയാൽ നട്ടല് പൊട്ടും. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് രക്ഷപ്പെടണം വെച്ചാൽ ഒറ്റ വഴിയുള്ളൂ. ആ തിരിക്കുന്ന ആളെ വിളിച്ച് കരയുക, ഒന്ന് ഓഫാക്കി തരുമോ ചോദിക്കുക. അല്ലാണ്ടൊരു വഴിയില്ല, വേറെ വഴിയൊന്നുമില്ല. അതിനിപ്പോൾ നമ്മൾ 7-ാം ദിവസം ജപിക്കും, ഹരയേ നമ എന്ന് പറഞ്ഞാൽ ഓഫാക്കണേ എന്നാണ്. ഇതൊന്ന് ഓഫാക്കിയാൽ പുറത്തെത്തായിരുന്നു, വേറെ വഴിയില്ല. ഇമം പ്രാപ്യ ഭജസ്വമാം. ഇനി ഓഫാക്കണേ പറഞ്ഞാൽ അദ്ദേഹം പറയും 500 രൂപയ്ക്ക് 12 പ്രാവശ്യം ചുറ്റണം. താനല്ലേ കാശടച്ചത്, കുടുങ്ങിയില്ലേ? നമ്മളൊരു നഷ്ടമാണെങ്കിലും സാരമില്ല, ഒന്ന് ഓഫാക്കിയാൽ നന്നായിരുന്നു. മനസ്സിൽ കുറച്ചധികം തരാം പുറത്തേക്ക് വിട്ടാൽ. ഇമം പ്രാപ്യ ഭജസ്വമാം. കുറേ കരയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് എന്ത് തോന്നും, എന്നാൽ പിന്നെ നിർത്തിയേക്കാം എന്ന് കരുതി ചിലപ്പം ആ യന്ത്രം കണ്ട് ഓഫാക്കും, രക്ഷപ്പെട്ടു. അതല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് ഇവിടെ എത്തിയോ ഈ സംസാരത്തിൽ പെടാണ്ടിരിക്കണമെങ്കിൽ എന്നെ ആശ്രയിക്കുക അമ്മയെന്ന് പറയലും, അമ്മ തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു ഉണ്ണിയെ. ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന പരബ്രഹ്മം എൻ്റെ കുക്ഷിയിൽ വന്ന് പറഞ്ഞില്ലേ, നീ എന്താ അമ്മയ്ക്ക് ഇതിലും വലുത് വേണ്ടത് എന്നും പറഞ്ഞ് തൊഴുതു നമസ്കരിച്ചു. അമ്മയുടെ ഭൗതിക ശരീരം പോലും ലോക നന്മയ്ക്കായിട്ട് ഒരു നദിയായിട്ട് ഒഴുകി. അതാണ് സിദ്ധപദം. ഇപ്പോഴും ഹിമാചൽ പ്രദേശിൽ അത് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു 3യ സ്കന്ധം സമർപ്പിക്കുന്നത്. ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ശ്രീ രാധാരമണ ഗോവിന്ദ ജയ ശ്രീ രാധാരമണ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ശ്രീ രാധാരമണ ഗോവിന്ദ ജയ ശ്രീ രാധാരമണ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ശ്രീ രാധാരമണ ഗോവിന്ദ ജയ ശ്രീ രാധാ
രമണ ഗോവിന്ദ ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ഗോവിന്ദ ജയ ഗോപാല ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ 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 ജയ ശ്രീ രാധാ രമണ ഗോവിന്ദ.